A very good morning to all. Today we will be discussing a new chapter, that is Biotechnology Principles and Processes, or Biotechnology first part. In this, we have to study the definitions of this biotechnology. ബയോടെക്നോളജിയുടെ രണ്ട് ഡെഫിനിഷൻ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഒരു ജനറൽ ഡെഫിനിഷനും രണ്ടാമത്തത് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്തിട്ടുള്ള നിർവചനവും കൊടുത്തിട്ടുണ്ട്. എന്താണ് ബയോടെക്നോളജി? ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം or enzymes from the organisms to produce products which are useful for human being. ഒരു വസ്തു പുതുതായി നിർമ്മിക്കുക, ആ നിർമ്മിച്ച വസ്തു മറ്റു ജീവജാലങ്ങൾ നമ്മൾക്ക് തന്നെ ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലുള്ള ഒരു വസ്തുവിനെ നിർമ്മിക്കുക എന്നുള്ളതാണ് ബയോടെക്നോളജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം. ജീവനുള്ള ഒരു ജീവിയെയോ അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളെയോ അല്ലെങ്കിൽ അതിൽ നിന്നും വരുന്ന മറ്റു വസ്തുക്കളെയോ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു വസ്തു നിർമ്മിക്കുക. ആ നിർമ്മിച്ച വസ്തു മനുഷ്യ ജീവജാലങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക. അതാണ് ബയോടെക്നോളജിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് EFBയുടെ ഫുൾ ഫോമാണ് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്ത ഡെഫിനിഷനാണ്, ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസം. ഈ പ്രകൃതിയെ മുഴുവൻ അല്ലെങ്കിൽ അതും ജീവജാലങ്ങളെയും തമ്മിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്. ആ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ ഒന്നുകിൽ അതിൻ്റെ സെല്ലുകളാവാം അല്ലെങ്കിൽ പാർട്സ് ദെയർ ഓഫ് ആൻഡ് മോളിക്കുലർ അനലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA or RNA, molecular analogues for products and services. So this is the definition which given by European Federation of Biotechnology. So definition for biotechnology by EFB it is the integration of natural science and organisms, cells, parts thereof or molecular analogues, that means DNA or RNA, for products and services. ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അത് സർവീസിങ് ആവണം, അത് ഉപയോഗപ്രദമാവണം, മനുഷ്യർക്ക് അത് ഉപയോഗപ്രദമാവണം. ഇതാണ് ബയോടെക്നോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ബയോടെക്നോളജി? ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം, ജീവനുള്ള ജീവിയെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളെ ഉപയോഗിക്കുക, എൻസൈം ഫ്രം ദ ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ്. എന്തിനാണ്? പുതിയൊരു ഉൽപ്പന്നത്തെ നിർമ്മിക്കുവാൻ വേണ്ടി, ആ ഉൽപ്പന്നം മനുഷ്യ ജീവജാലങ്ങൾക്ക് ഉപയോഗപ്രദമാവുവാൻ വേണ്ടി. അതാണ് ബയോടെക്നോളജിയുടെ ഡെഫിനിഷൻ. അതിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി. ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ്, സെൽസ്, പാർട്സ് ദെയർ ഓഫ്, മോളിക്കുലർ അനലോഗ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഇത് വളരെ വൃത്തിയായി മനസ്സിലാക്കാൻ നമ്മുടെ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ആലോചിച്ചാൽ മതി. പ്രൊഡക്ഷൻ ഓഫ് കേർഡ്, തൈര് ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രവർത്തനം നമ്മൾ ആലോചിച്ചാൽ മതി. പാലിനെയാണ് തൈരാക്കി മാറ്റുന്നത്. ഒരു പാലിനെ നമ്മൾ തൈരാക്കി മാറ്റണമെങ്കിൽ ആ പാലിനകത്തേക്ക് ഒരു ജീവനുള്ള ജീവിയെ ഇടണം, ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഇടണം, ലാക്ടോബാസിലസിനെ ഇടണം. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ലാബ് എന്ന് നിങ്ങൾ പഠിക്കുന്ന ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയെയോ അല്ലെങ്കിൽ ലാക്ടോബാസിലസിനെയോ നമ്മൾ അതിനകത്തേക്ക് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. അതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കസീൻ എന്നുള്ള പ്രോട്ടീൻ ഉണ്ട്. വൈറ്റ് കളർ മിൽക്കിനകത്ത് കസീൻ എന്നുള്ള പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഈ കസീൻ എന്നുള്ള പ്രോട്ടീനെ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാക്ടോബാസിലസ് വിൽ coagulate the casein protein and convert this milk into curd. അപ്പം പാലിനെ തൈരാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊരു ഉൽപ്പന്നമാണ്, ആ ഉൽപ്പന്നത്തിനെ തൈര് എന്നുള്ള കേർഡ് എന്നുള്ള വേറൊരു പ്രൊഡക്റ്റാക്കി മാറ്റുക. ആ പ്രൊഡക്റ്റ് മനുഷ്യർക്ക് ഉപയോഗപ്രദമാവണം. അതാണ് ബയോടെക്നോളജി. ഒരു പാലിനെ തൈരാക്കി മാറ്റുക എന്നുള്ളത് ബയോടെക്നോളജിയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കാം. ബയോടെക്നോളജി ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസം. അപ്പോൾ ഇവിടുത്തെ ലൈവ് ഓർഗാനിസം ആണ് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയകൾ. അവരെ ഉപയോഗിക്കുക അല്ലെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ഉപയോഗിക്കുക. ലാക്റ്റിക് ആസിഡ് പോലുള്ള എൻസൈമുകൾ അല്ലെങ്കിൽ ആസിഡ് കണ്ടന്റിനെ ഉപയോഗിക്കുക. എന്തിനാണ്? ആ ഒരു ഉൽപ്പന്നം മാറിയിട്ട് മറ്റൊരു ഉൽപ്പന്നമായി മാറുവാൻ വേണ്ടി. മറ്റൊരു ഉൽപ്പന്നമായി മാറി, പാല് തൈരായി മാറി, കേടായി മാറി. ആ കേട് എന്താവണം? ഉപയോഗപ്രദമാവണം. കേട് വളരെ യൂസ്ഫുൾ ആണ്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ വൈറ്റമിൻ B12 ദാറ്റ് യു വിൽ സ്റ്റഡി ഇൻ ദ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ.
അതിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബയോടെക്നോളജി ക്യാൻ ബി ഡിവൈഡഡ് ആസ് ട്രഡീഷണൽ ബയോടെക്നോളജി ആൻഡ് മോഡേൺ ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജി പുതിയൊരു ടെക്നിക്ക് അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് പണ്ട് മുതലേ ബയോടെക്നോളജി ഉണ്ട് എന്ന് വാദിക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രഡീഷണൽ ബയോടെക്നോളജി, ഓൾഡ് ബയോടെക്നോളജി ഓർ ട്രഡീഷണൽ ബയോടെക്നോളജി ആൻഡ് മോഡേൺ ബയോടെക്നോളജി എന്ന് രണ്ടെണ്ണമായി തിരിച്ചിരിക്കുന്നത്. ട്രഡീഷണൽ ബയോടെക്നോളജിക്കകത്ത് വരുന്നതാണ് മേക്കിംഗ് ഓഫ് കേർഡ്, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്, പാലിനെ തൈരാക്കി മാറ്റുക. രണ്ടാമത്തത് വൈൻ. അടുത്തത് ബേക്കിംഗ് ഓഫ് ബ്രെഡ് നിർമ്മിക്കും. ബ്രെഡിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈവ് ഓർഗാനിസമാണ് സക്കാരോമൈസിസ് സെർവീസി, ഈസ്റ്റ് ആണ്. അപ്പോൾ മേക്കിംഗ് ഓഫ് കേർഡ്, വൈൻ ആൻഡ് ബേക്കിംഗ് ഓഫ് ബ്രെഡ്. ആൻഡ് ദിസ് ഇസ് കൺസിഡേർഡ് അണ്ടർ ദീസ് ആർ ട്രഡീഷണൽ, പണ്ട് മുതലേ ഉപയോഗിച്ച് പോരുന്ന മെത്തേഡാണ്. ഇത് നമ്മൾ ട്രഡീഷണൽ ബയോടെക്നോളജിക്കകത്ത് ഉൾക്കൊള്ളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡുകൾ അല്ലെങ്കിൽ ഈ പ്രക്രിയകളിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രക്രിയകളിലൊക്കെ മൈക്രോ ഓർഗാനിസത്തിന്, മൈക്രോബ്സ് മീഡിയേറ്റഡ് പ്രോസസ് ആണ്, മൈക്രോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രഡീഷണൽ ബയോടെക്നോളജിക്കകത്ത് തന്നെ ഉൾപ്പെടുത്താൻ കാരണം. പക്ഷേ മോഡേൺ ബയോടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഡിസ്കവറി ഓഫ് ഇൻസുലിൻ. ഡയബറ്റിക് മെലിറ്റസ് പോലുള്ള പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ഇൻസുലിൻ. ഡിസ്കവറി ഓഫ് ഇൻസുലിൻ്റെ കണ്ടെത്തൽ. രണ്ട്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ഇപ്പം ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ, ടെസ്റ്റ് ട്യൂബ് ബേബി, സെമനും സ്പേമും ഓവും പുറത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് പുതിയൊരു കുഞ്ഞിനെ നിർമ്മിക്കുന്ന മെത്തേഡ് ഒരു മോഡേൺ ബയോടെക്നോളജി മെത്തേഡാണ്. അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് ന്യൂ ജീൻ, പുതിയ ജീനുകൾ നിർമ്മിക്കുക. അതുപോലെ തന്നെ DNA വാക്സിൻസുകൾ നിർമ്മിക്കുക. കറക്ഷൻ ഓഫ് ഡിഫക്റ്റീവ് ജീൻ, എന്തെങ്കിലും ഒരു അപാകതകൾ ജീനുകളിലോ അല്ലെങ്കിൽ DNA-കളിലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്രോമസോമുകളിലോ ഉണ്ടെങ്കിൽ ആ ഡിഫക്റ്റീവ് അല്ലെങ്കിൽ ആ ഡിഫക്റ്റീവ്നെസ്സിനെ കറക്ഷൻ വരുത്തുന്ന ഒരു മെത്തേഡും ബയോടെക്നോളജിയിൽ അകത്ത്, മോഡേൺ ബയോടെക്നോളജിക്കകത്ത് വരുന്നതാണ്. So biotechnology can be divided as two, traditional biotechnology and also modern biotechnology. Traditional biotechnology പണ്ട് കാലം മുതലേ ഉപയോഗിച്ച മെത്തേഡുകളാണ്. best example are making of curd, wine and baking of bread etc. And modern biotechnology, discovery of ഇൻസുലിൻ്റെ കണ്ടെത്തൽ, പുതിയ ഒരു DNA വാക്സിനുകളെ കണ്ടെത്തുക, അതുപോലെ തന്നെ പുതിയ ജീനുകളെ കണ്ടെത്തുക, ഡിഫക്റ്റീവ് തെറ്റുകൾ അല്ലെങ്കിൽ അപാകതകൾ, എന്തെങ്കിലും ഒരു ക്യാൻസറസ് പോലുള്ള ജീനുകളെയൊക്കെ മാറ്റിയിട്ട് ആ ക്യാൻസർ എന്നുള്ള അസുഖം ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള മെത്തേഡുകളാണ് മോഡേൺ ബയോടെക്നോളജിക്കകത്ത് വരുന്നത്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് ചാപ്റ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി. പ്രിൻസിപ്പിൾസ്, ദർ ആർ ടു പ്രിൻസിപ്പിൾസ് ഇൻ ബയോടെക്നോളജി. ഈ രണ്ട് സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഈ രണ്ട് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഉടനീളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾസിനകത്ത് ഒന്നാമത്തതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ഒന്നാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിനെ നിർമ്മിക്കുക, വളരെ ബേസിക്കായി പറഞ്ഞ ഒരു ഉൽപ്പന്നത്തിനെ നിർമ്മിക്കുക, അതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ച വസ്തുവിൻ്റെ ഒരുപാട് കോപ്പീസിന് ഉണ്ടാക്കുക. ഈ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പുതിയ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. കാരണം രണ്ട് വസ്തുക്കൾ ഉപയോഗിച്ച് കണ്ടോ അല്ലെങ്കിൽ പുതിയൊരു വസ്തുവിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത്രയും ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് ഫിനാൻഷ്യൽ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. അപ്പോൾ ഒരുപാട് വിലപ്പെട്ടതാണ്. അപ്പോൾ പുതിയൊരു വസ്തുവിനെ നിർമ്മിക്കുമ്പോൾ അതിന് വളരെ വാല്യൂബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു വസ്തുവിനെ നിർമ്മിക്കുക, എന്നിട്ട് ഒരു വസ്തു മാത്രം പോരാ, അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് കോപ്പീസിന് ഉണ്ടാക്കണം. മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് കോപ്പീസിന് നിർമ്മിക്കേണ്ടി വരും. ദാറ്റ് ഇസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ് എന്നൊക്കെ പറയാം, നമ്മൾ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ പഠിക്കും. അപ്പം അതിൻ്റെ ഒരുപാട് കോപ്പീസിന് ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് കോപ്പീസിന് ഉണ്ടാക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്, ഫിനാൻഷ്യൽ വാല്യൂബിൾ ആണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ളൊരു വസ്തുവിനെ നമ്മൾ നിർമ്മിച്ചു. ഇപ്പോൾ ഇതാണ് ആ ബയോടെക്നോളജിക്കൽ നിർമ്മിച്ചൊരു വസ്തുവെങ്കിൽ ഇതിന് നമ്മൾ ഒരു ലക്ഷം രൂപ വില ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഞാൻ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെറും കിട്ടുന്നത് 1 ലക്ഷം രൂപ മാത്രമാണ്. പക്ഷേ ഇത് വളരെ വാല്യൂബിൾ ആയൊരു വസ്തുവാണ്, അതായത് ന്യൂട്രീറ്റീവ് ആയിട്ട് സബ്സ്റ്റൻസ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെ ഒരു വസ്തു നിർമ്മിച്ചു കഴിഞ്ഞാൽ ആളുകളെല്ലാവരും വാങ്ങാൻ വേണ്ടിയിട്ട് വരും. ആളുകളെല്ലാവരും താല്പര്യപ്പെടുന്ന ഒരു വസ്തുവാണത്. 1 ലക്ഷം രൂപയാണെങ്കിൽ പോലും ആളുകളെല്ലാവരും വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്ന വസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരുപാട് കോപ്പീസിനെ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. ആ വസ്തുവിനെ മോർ ദാൻ 2 കോപ്പീസ്, ഒരുപാട് കോപ്പീസിനെ പുറത്ത് വെച്ചിട്ട് നിർമ്മിക്കുന്ന മെത്തേഡാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. സോ വി വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. Genetic engineering includes techniques to alter the chemistry of genetic material. DNA അല്ലെങ്കിൽ RNA ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവിധ സ്വഭാവ ഗുണങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് DNA അല്ലെങ്കിൽ RNA ആണ്.
അപ്പോൾ ഈ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ ആയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഡി എൻ എയിലോ അല്ലെങ്കിൽ ആർ എൻ എകളിലോ അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക. കെമിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് ഡി എൻ എ ഓർ ആർ എൻ എ ആർ മേഡപ്പ് ഓഫ് വേരിയസ് കെമിക്കൽ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ കെമിക്കൽ കോംപ്ലക്സുകൾ കൊണ്ടാണ് ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ നിർമ്മിച്ചിട്ടുള്ളത്. പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ബോണ്ട് ഉണ്ട്, അഡിനിൻ, തൈമിൻ, യുറാസിൽ, അതുപോലെ തന്നെ നൈട്രജൻ ബേസുകളുണ്ട്, ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഡി എൻ എയുടെ സ്ട്രക്ചറിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഡി എൻ എക്കകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തുക. ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായി പുതിയൊരു വസ്തുവായി മാറുക. അപ്പോൾ ടെക്നിക്സ് ടു ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാനിസം ആൻഡ് ദസ് ചേഞ്ച് ഇൻ ഫിനോടൈപ്പ്. കൃത്യമായിട്ട് ഈ ഒരു ഡെഫിനിഷൻ, കൃത്യമായിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ ഈ ഒരു പിക്ചറിൽ ഡെപ്പിക്റ്റഡ് ആണ്. അതായത് ടെക്നിക് ഇൻക്ലൂഡ് ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇതിനകത്ത് ഇതാണ് ഡോണർ ബാക്ടീരിയ അല്ലെങ്കിൽ ഡോണർ ഓർഗാനിസം ആണ്. ഡോണർ ഓർഗാനിസത്തിനകത്ത് നിന്ന് ഡി എൻ എയുടെ വലിയൊരു കോംപ്ലക്സിനെ പുറത്തേക്ക് എടുത്തു. ആ വലിയൊരു ഡി എൻ എയെ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കിയിട്ട് മാറ്റി. ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നത് ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻ എൻസൈമിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലാർ സിസേഴ്സ്. മോളിക്യുലാർ കത്രിക എന്നറിയപ്പെടുന്നുണ്ട്, എക്സാമിന് വരുന്നതാണ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചിട്ട് ഒരുപാട് ഫ്രാഗ്മെന്റുകളാക്കി മാറ്റി. ഈ ഒരുപാട് ഫ്രാഗ്മെന്റുകൾ ഉണ്ടാവും. ഒരു വലിയ നീണ്ടൊരു ഡി എൻ എ, ആ നീളം കൂടിയൊരു ഡി എൻ എ, ഇപ്പം 2 മൈക്രോമീറ്റർ വലുപ്പമുള്ള ഈ ന്യൂക്ലിയസിനകത്ത് 2.5 മീറ്റർ നീളമുള്ള ഡി എൻ എ ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നീളം കൂടിയൊരു ഡി എൻ എ ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നീളം കൂടിയൊരു ഡി എൻ എ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി മാറ്റി ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഇതിൻ്റെ മുകളിലൂടെ, ഈ ഡി എൻ എയുടെ മുകളിലൂടെ ഇങ്ങനെ പോവുകയും ആ ഡി എൻ എകളെ ഫ്രാഗ്മെന്റ്സുകളായിട്ട് ചെറിയ ചെറിയ പീസുകൾ, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയും ചെയ്യും ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. സോ റെസ്ട്രിക്ഷൻ എൻസൈം ഇസ് നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്, മോളിക്കുലാർ കത്രിക എന്നറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കി. ഈ ഫ്രാഗ്മെന്റുകളിൽ നിന്നും നമ്മൾ ഉദ്ദേശിച്ച, നമ്മുടെ താല്പര്യമുള്ള ഡി എൻ എ നമുക്ക് കിട്ടണം. ദാറ്റ് ഈസ് കോൾഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മുടെ താല്പര്യമുള്ള, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഡി എൻ എ ഫ്രാഗ്മെന്റിനെ മാത്രം നമുക്ക് ഇങ്ങോട്ട് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്രാഗ്മെന്റുകൾ, ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ നമ്മൾ ജെൽ ഇലക്ട്രോഫോറോസ് ചെയ്യണം. ജെൽ ഇലക്ട്രോഫോറോസിസ്. ആ ജെൽ ഇലക്ട്രോഫോറോസുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. ആ ജെൽ ഇലക്ട്രോഫോറോസ് ചെയ്യുന്നത് മൂലം ഈ ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഈ ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് നമ്മൾ ഉദ്ദേശിച്ച, നമ്മുടെ താല്പര്യപ്രകാരമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എല്യൂഷൻ. അതിനെയാണ് നമ്മൾ എല്യൂഷൻ എന്ന് വിളിക്കുക. എല്യൂഷൻ, നോട്ട് ഇല്യൂഷൻ, ഇറ്റ് ഈസ് എല്യൂഷൻ. എല്യൂഷൻ എന്ന് വിളിക്കുക. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം, അതായത് ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ ഒരുപാട് ഉണ്ടാവും. ആ ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ ജെൽ ഇലക്ട്രോഫോറോസ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് നിന്ന് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. അത് നമ്മൾ ഫോറിൻ ഡി എൻ എ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിലെത്തി. ഇതാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, കണ്ടില്ലേ? അപ്പൊ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യാണ്? ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എനിക്ക് ഈ ഹോസ്റ്റ് ഓർഗാനിസത്തിനകത്തേക്ക് കൊടുത്തു വിടണം. ഡോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇവിടുത്തെ ഡോണറാണ് ഈ ഡി എൻ എ സംഭാവന ചെയ്ത അല്ലെങ്കിൽ കൊടുത്ത ആളാണ് ഡോണർ. അതിനെ സ്വീകരിക്കുന്ന ആളാണ് ഹോസ്റ്റ്. ഒക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഈ ഹോസ്റ്റിനകത്തേക്ക് സ്വീകരിക്കണം. അതിനെ ഡയറക്റ്റ് ആയിട്ട് സ്വീകരിക്കാൻ ഹോസ്റ്റിന് കഴിയില്ല. കാരണം ഇത് വേറെ ബാക്ടീരിയയാണ്, ഇത് വേറെ ബാക്ടീരിയയാണ്, അല്ലെങ്കിൽ ഇത് വേറൊരു ഓർഗാനിസമാണ്, ഇത് വേറൊരു ഓർഗാനിസമാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഇതിനകത്തുള്ള ആളെ ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. അഡാപ്റ്റീവ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തമാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഇവരെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ വഹിക്കുവാൻ വേണ്ടി ഒരാളുണ്ട്. ദാറ്റ് ഈസ് കോൾഡ്, അവനെ നമ്മൾ വാഹകൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വെക്ടർ എന്ന് വിളിക്കും. വെക്ടർ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വെക്ടറാണ് പ്ലാസ്മിഡ് വെക്ടർ. എന്താണ് പ്ലാസ്മിഡ്? ഇറ്റ് ഈസ് ഓട്ടോസോമലി റെപ്ലിക്കേറ്റിംഗ്, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ ഡി എൻ എ. ഇതാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. ഇതാണ് പ്ലാസ്മിഡ്. ഇതൊരു ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയക്കകത്ത് ഒരു പ്ലാസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി എൻ എ ഉണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ്ട്രാ ക്രോമസോമൽ. ഇതിൻ്റെ ഡി എൻ എ ആണ്.
അതിൻ്റെ പുറമെ എക്സ്ട്രാ ക്രോമസോമൽ, ഇതിൻ്റെ പുറമെ ഒരു DNA ഉണ്ട്, എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ, ഇത് കെട്ടുകുടുങ്ങിയിട്ടാണ്, പക്ഷെ ഇതെന്താണ് സർക്കുലാർ. സോ ഐ റിപ്പീറ്റ്, എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം വിഭജിക്കാൻ കഴിയും, സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസ്മിഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So what do you mean by plasmid? It is extra chromosomal circular self replicating DNA. എന്തുകൊണ്ടാണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആവാനുള്ള കാരണം? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഒറി മീൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ ഇതിനകത്തുള്ളത് കൊണ്ട്, ഇതിനകത്ത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നുള്ള ജീൻ ഇതിനകത്തുള്ളത് കൊണ്ട് ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. അപ്പോൾ ആദ്യമായി റീകോമ്പിനന്റ് DNA, ആദ്യമായി RDNA നിർമ്മിച്ച ആളാണ് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും. അതെങ്ങനെയാണ്? സാൽമോണെല്ല ടൈഫിമ്യൂറിയം എന്നുള്ള ബാക്ടീരിയ, ഐ റിപ്പീറ്റ്, സാൽമോണെല്ല ടൈഫിമ്യൂറിയം എന്നുള്ള ബാക്ടീരിയക്കകത്ത് നിന്ന് പ്ലാസ്മിഡിനെ പുറത്തേക്കെടുത്ത് ആദ്യമായി RDNA നിർമ്മിച്ചു. RDNA എന്താ നമ്മളിവിടെ പറയും. അപ്പോൾ ആദ്യമായി RDNA, ഇത് നിങ്ങളൊരു നോട്ടായിട്ട് എടുത്തു വെക്കണം, എക്സാമിന് വരാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് പ്ലാസ്മിഡ്. ഇറ്റ് ഈസ് എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് DNA ആണ് പ്ലാസ്മിഡ്. കാരണം എന്താ? ഇത് ഒരു DNA ഇതിനകത്തുണ്ട്, അതിൻ്റെ പുറമെ ഒരു DNA എന്ന് അറിയപ്പെടുന്നു. ആദ്യമായിട്ട് ഒരു RDNA റീകോമ്പിനന്റ് DNA നിർമ്മിച്ചതാരാ? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയറാണ്. ഇൻ ദ ഇയർ 1972. 1972 സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ആദ്യമായി പ്ലാസ്മിഡ് വെക്ടറിനെ ആദ്യമായി പ്ലാസ്മിഡ് വെക്ടറിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റീകോമ്പിനന്റ് DNA ഓർ RDNA നിർമ്മിച്ച ആളുകളാണ് സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. അടുത്ത പോയിന്റ്, എന്തുകൊണ്ടാണ് ഇവരെ ഈ പ്ലാസ്മിഡ് നമ്മൾ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയമേ വിഭജിക്കാൻ കഴിയുന്നു എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ ഇതിനകത്തേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡ് വെക്ടർ വിഭജിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതും വിഭജിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ് മീൻസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? വിഭജിച്ചുകൊണ്ടേയിരിക്കും. അതിനെ നമ്മൾ ക്ലോണിങ് എന്ന് വിളിക്കുക. അപ്പോൾ ക്ലോണിങ് നടക്കാനുള്ള കാരണം ബിക്കോസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒറിജിനൽ റെപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ക്ലോണിങ് നടക്കുന്നത്. ആ ഉള്ളത് കൊണ്ട് തന്നെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മിഡ് വെക്ടർ വിഭജിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആര് വിഭജിക്കും? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിഭജിക്കും. സോ വി വിൽ കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ പോവാണ്. അപ്പോൾ ഡോണറിൽ നിന്നും DNA പുറത്തേക്ക് എടുത്തു, റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? റീഡ് ചെയ്യുന്നു. ആ വലിയൊരു DNA റീഡ് ചെയ്യുന്നു. അതിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ക്യാരക്ടേഴ്സിനെ കോഡ് ചെയ്യുന്ന ആളുകളൊക്കെ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ പറയാനുണ്ടാകുമ്പോൾ ഡീറ്റെയിൽ പിന്നെ പറയും. റെസ്ട്രിക്ഷൻ എൻസൈം വിൽ റീഡ് ഇൻ പാലിൻഡ്രോമിക്കലി ആണ് റീഡ് ചെയ്യുക. എന്താണ് പാലിൻഡ്രോമിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മലയാളം എന്ന് എഴുതിയ പോലെ. മലയാളം എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളം എന്ന് എഴുതി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയാണ് വായിക്കുക. ഇതിനാണ് നമ്മൾ പാലിൻഡ്രോമിക്കലി എന്ന് വിളിക്കുക. ഇങ്ങോട്ടും മലയാളം തന്നെ വായിക്കണം, ഇങ്ങോട്ടും മലയാളം തന്നെ വായിക്കുക. അതിനാണ് പാലിൻഡ്രോമിക്കലി എന്ന് വിളിക്കുക. അപ്പോൾ അതേപോലെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം റീഡ് ചെയ്യുക. റെസ്ട്രിക്ഷൻ എൻസൈം DNA റീഡ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ റീഡ് ചെയ്യുക. എക്സാമ്പിൾ GAATTC ആണ് അങ്ങോട്ട് റീഡ് ചെയ്യുന്നതെങ്കിൽ തിരിച്ചും അതിൻ്റെ ന്യൂക്ലിയോടൈഡുകൾ ഇങ്ങനെ വരിക. സൈറ്റോസിന് പകരം ഓപ്പോസിറ്റ് ആയിട്ട് ഗ്വാനിൻ GAATTC. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ റീഡ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് പാലിൻഡ്രോമിക്കലി. അപ്പോൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാം, റെസ്ട്രിക്ഷൻ എൻസൈം വിൽ റീഡ് പാലിൻഡ്രോമിക്കലി ആണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ റീഡ് ചെയ്യാൻ കഴിയുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സീക്വൻസുകളുണ്ട്. ഉദാഹരണത്തിന് ICO-R1 സ്പെസിഫിക് ആയ സീക്വൻസ് ആണ് GAATTC. ICO-R1 സ്പെസിഫിക് ആയ റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAATTC. അപ്പോൾ എന്ത് ചെയ്യും? ICO-R1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഒന്നാമത്തെ പോയിന്റ്, ICO-R1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമും, ഒന്നാമത്തെ പോയിന്റ്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസുകളുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, റെസ്ട്രിക്ഷൻ എൻസൈം വിൽ റീഡ് പാലിൻഡ്രോമിക്കലി. മൂന്നാമത്തെ പോയിന്റ്, റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് the DNA at a specific restriction site.
റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്ത് ചെയ്യും? ഒരു കൃത്യമായ റെസ്ട്രിക്ഷൻ സൈറ്റിൽ മാത്രമാണ് എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. ഇപ്പം ഇക്കോ R1 ആണെങ്കിൽ ജിയുടെയും എയുടെയും ഇടക്ക്, ജിയുടെയും എയുടെയും ഇടക്ക്, ജിയുടെയും എയുടെയും ഇടക്കാണ് കട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് റെസ്ട്രിക്ഷൻ സൈറ്റ്. 3 പോയിന്റാണ് പറഞ്ഞു. ഒന്ന്, റെസ്ട്രിക്ഷൻ എൻസൈം റീഡ് പാലിൻഡ്രോമിക്കലി. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ജിയുടെയും എയുടെയും ഇടക്കാണ് കട്ട് ചെയ്യുക. ഈച്ച് റെസ്ട്രിക്ഷൻ എൻസൈം ഹാവ് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ഈച്ച് റെസ്ട്രിക്ഷൻ എൻസൈം ക്യാൻ റീഡ് സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ 3 പോയിന്റ് ശ്രദ്ധിക്കും. അപ്പം എന്ത് ചെയ്യും? ഒരുപാട് ഫ്രാഗ്മെന്റുകളായി കിട്ടും. ഈ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA എന്ത് ചെയ്യും? ജെൽ ഇലക്ട്രോഫോറോസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തു. അതിനകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം പുറത്തേക്ക് എടുത്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എല്യൂഷൻ എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞു എല്യൂഷൻ. ഇനി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നേരിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനെ കൊണ്ടുപോകാനുള്ള ആള് അല്ലെങ്കിൽ വാഹകനാണ് ആര്? പ്ലാസ്മിഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഉപയോഗിച്ച അതേ റെസ്ട്രിക്ഷൻ എൻസൈമിനെ തന്നെ ഇവിടെ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് കളറിൽ കൊടുത്തു, ഇവിടെയും ബ്ലാക്ക് കളറിൽ. ഇവിടെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഉപയോഗിച്ച അതേ റെസ്ട്രിക്ഷൻ എൻസൈമിന് ഇവിടെ ഉപയോഗിക്കണം. കാരണം ഇവിടുത്തെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കട്ട് ചെയ്ത് അതേ പോയിന്റ് തന്നെ ഇവിടെ കട്ട് ചെയ്യണം. എന്നെങ്കിലല്ലേ ഇതിവിടെ സ്റ്റിക്കി ആവുള്ളൂ. ഇവിടെ ഈ സാധനം ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ കട്ട് ചെയ്ത് അതേ സൈറ്റിൽ തന്നെ ഇവിടെയും കട്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്തു? ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഇങ്ങനെ റീഡ് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്തു. കട്ട് ചെയ്തതിനു ശേഷം ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിലേക്ക് എന്ത് ചെയ്തു? ദിസ് ഇസ് കോൾഡ് ലിഗേഷൻ വിത്ത് ഹെൽപ്പ് ഓഫ് ലിഗേസ് എൻസൈം. ലിഗേസ് എൻസൈമിനെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഗ്ലൂ, മോളിക്കുലാർ പശ എന്നറിയപ്പെടും, ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്ത് ചെയ്യുന്നു? ഇവിടെ ഒട്ടിക്കുന്നു. ഈ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാവുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് rDNA, റീകോമ്പിനന്റ് DNA. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഇത്രയും പ്രോസസ്സാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. ഇതിനെയാണ് ജനറ്റിക് എഞ്ചിനീയർ എന്ന് വിളിക്കുക. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് rDNA ഓർ റീകോമ്പിനന്റ് DNA. അപ്പോൾ എന്താണ്? ഇൻക്ലൂഡ്സ് ടെക്നിക്സ് ടു ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയലിന്റെ കെമിസ്ട്രി മാറ്റുക. ഈ ജനറ്റിക് മെറ്റീരിയൽ കെമിസ്ട്രി മാറി. എങ്ങനെ? ഇവിടുത്തെ DNA കട്ട് ചെയ്തു, പുതിയൊരു DNA കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കെമിസ്ട്രി മാറി. അപ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ടെക്നിക് ടു ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാൻസ്. ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാൻസ്. ഹോസ്റ്റ് ഓർഗാൻസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഡെഫിനിഷൻ മറക്കാതിരിക്കാൻ വേണ്ടി ചിത്രം വെച്ച് പഠിക്കുക. ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാൻസ്. ഹോസ്റ്റിലേക്ക് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാൻസ് ആൻഡ് ദസ് ചേഞ്ച് ഫീനോടൈപ്പ്. അതോടുകൂടി അതിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നു. ചേഞ്ച് ഇൻ ഫീനോടൈപ്പ്, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നു. അപ്പോൾ ഇതാണ് പുതിയ വസ്തു. അപ്പോൾ ഇതാണ് ഡോണറിൽ നിന്ന് DNA പുറത്തേക്ക് എടുത്തു, പ്ലാസ്മിഡിനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വെക്ടറിനെ ഉപയോഗിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ആ നേരത്തെ ഉണ്ടായ ജീവിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചു. അപ്പോൾ ഇതാണ് ആ പുതിയ വസ്തു. ഈ പുതിയ ജീവിയെ ഒരുപാട് എമൗണ്ട് ആയിട്ട് ഉണ്ടാക്കുക. ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. സോ ഇതാണെന്ത്? കെമിക്കൽ എഞ്ചിനീയറിംഗ്. എങ്ങനെ? ഇൻവോൾവ് മെയിൻറ്റെയിൻ സ്റ്റെറൈൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ. ഇൻവോൾവ് മെയിൻറ്റെയിൻ ഓഫ് സ്റ്റെറൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അണുവിമുക്തമായ അല്ലെങ്കിൽ മറ്റു രോഗാണുക്കൾ ഇല്ലാത്ത അണുവിമുക്തമായ ഒരു മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ കണ്ടീഷൻ ഉണ്ടാക്കുകയും ആ കണ്ടീഷൻ അകത്ത് കൊണ്ടുപോയിട്ട് ഈ ഡിസൈർഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ലാർജ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുകയും ചെയ്യുക. ആ ഉൽപ്പന്നത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഉൽപ്പന്നത്തിന് ഒരുപാട് കോപ്പി ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗ്. നൗ കോൺസെപ്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. ഈ പ്രിൻസിപ്പിൾസിന്റെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യണം. 3 ടെക്നിക്കാണത്, ടെക്നിക്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഒന്ന് ഫോർമേഷൻ ഓഫ് rDNA. എന്താണ് ഫോർമേഷൻ ഓഫ് rDNA? രണ്ടാമത്തത് യൂസ് ജീൻ ക്ലോണിങ്. ആ ജീൻ എന്ത് ചെയ്യുക? ക്ലോൺ ചെയ്യുക, ഒരുപാട് മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക. എന്നിട്ടോ ജീൻ ട്രാൻസ്ഫർ ചെയ്യുക. ഏത് ഹോസ്റ്റിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം 3 ടെക്നിക്സ് ഉള്ളത്. ഒന്ന് ഫോർമേഷൻ ഓഫ് rDNA നിർമ്മിക്കുക. രണ്ടാമത്തത് യൂസ് ജീൻ ക്ലോണിങ്. ഈ ഡിസൈർഡ് ജീനിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി ഉണ്ടാക്കുക. ദാറ്റ് ഈസ് PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വെച്ചിട്ടാണ്. മൂന്നാമത്തത് ജീൻ ട്രാൻസ്ഫർ. ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനാണ് ജീൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. സോ അടുത്തത് 3 steps in creating GMO. What do you mean GMO? Genetically modified organism. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ് BT കോട്ടൺ. അങ്ങനെ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. BT വഴുതനങ്ങ, BT കോട്ടൺ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ നിർമ്മിക്കാനുള്ള 3 സ്റ്റെപ്പുകൾ. ഒന്ന് ഐഡന്റിഫിക്കേഷൻ ഓഫ് DNA വിത്ത് ഡിസൈറബിൾ ജീൻ. നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ കണ്ടെത്തുകയും നമ്മൾ rDNA നിർമ്മിക്കുകയും ചെയ്യുക. അതായത് ഈ സ്റ്റെപ്പ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത സ്റ്റെപ്പ്.
ഡിസൈറബിൾ ജീൻ നമ്മൾ കണ്ടെത്തുകയും പുതിയൊരു RDNA നിർമ്മിക്കുകയും ചെയ്യുക. രണ്ടാമത്തതോ ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഡന്റിഫൈഡ് RDNA ഇൻ ടു ഹോസ്റ്റ്. ആ ഹോസ്റ്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അതായത് ട്രാൻസ്ഫോർമേഷൻ. ഇൻട്രൊഡ്യൂസ് ഇൻ ടു ഹോസ്റ്റ് ഓർഗാൻസ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. മൂന്നാമത്തതോ ആ ട്രാൻസ്ഫർ ചെയ്ത RDNA അവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇൻട്രൊഡ്യൂസർ മെയിൻ്റനൻസ് ഓഫ് ഇൻട്രൊഡ്യൂസർ RDNA ഇൻ ഹോസ്റ്റിനകത്ത് ഉണ്ടാവണം. ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ ഓഫ് RDNA ഇൻ ടു പ്രോജനി. RDNA ഇൻ ടു പ്രോജനി. ആ RDNA നമ്മൾ പ്രോജനി അടുത്ത തലമുറയിലേക്ക്, അടുത്ത കുട്ടികളിലേക്ക് ഉണ്ടാവണം. അപ്പോഴാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആവുക. So now we will be discussing about tools which are used for RDNA technology. Tools of RDNA technology. ടൂൾസ് എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രവർത്തനത്തിനും വേണം, ഏതൊരു ജോലിക്കും വേണം കുറച്ച് ടൂൾസുകൾ. ഇപ്പോൾ ആശാരിപ്പണിക്കൊക്കെ ആണെങ്കിലും മറ്റേ ഉളി മറ്റേത് മറിച്ചൊക്കെ പറഞ്ഞ പോലെ അതേപോലെ ഇവിടെ വേണം ടൂൾസുകളുണ്ട്. അതിൽപ്പെട്ട ടൂൾസ് ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം, 2 പോളിമറൈസ് എൻസൈം, 3 ലിഗേസ് എൻസൈം, 4 വെക്ടർ, 5 ഹോസ്റ്റ് ഓർഗാനിസം. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം, 2 വെക്ടർ, 3 ലിഗേസ് എൻസൈമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ടത്. ഒന്ന് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വലിയൊരു ഡി എൻ എ ഫ്രാഗ്മെൻറ്റുകളായി കട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് molecular scissors. Restriction enzyme is also called molecular scissors. Next, polymerase enzyme എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് PCR യൂസ് ചെയ്യുക. പോളിമറൈസ് എൻസൈം വിച്ച് ഈസ് യൂസ്ഡ് ഇൻ PCR. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിമറൈസ് എൻസൈം ആണ് TAC പോളിമറൈസ്, TAQ, തെർമസ് അക്വാറ്റിക്കസ് പോളിമറൈസ്. അടുത്തത് ലിഗേസ് എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ ഗ്ലൂ. ഈ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. മോളിക്കുലാർ ഗ്ലൂ പശയാണ്, ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ലിഗേസ് എൻസൈം മോളിക്കുലാർ ഗ്ലൂ. നെക്സ്റ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു വാഹകൻ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു കൊണ്ടുപോകാനുള്ള ആളാണ് വാഹകൻ, വെക്ടർ. അടുത്തത് ഹോസ്റ്റ് ഓർഗാനിസം. എങ്ങോട്ടാണോ ആർക്കാണോ കൊണ്ടേ കൊടുക്കുന്നത് അയാളെയാണ് ഹോസ്റ്റ് ഓർഗാനിസം. അപ്പോൾ ഡോണർ കൃത്യമായ ആ ഒരു ഫ്ലോ ചാർട്ട് തന്നെയാണ്. ഡോണർ ആരാണോ DNA കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ വലിയ നീണ്ട DNA പുറത്തെത്തി ആ DNA കട്ട് ചെയ്യുക ബൈ യൂസിങ് റെസ്ട്രിക്ഷൻ എൻസൈം. കട്ട് ചെയ്ത സാധനത്തിന് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈമാണ് പോളിമറൈസ് എൻസൈം. അതുപോലെ തന്നെ പിന്നെ ആ ചെറിയ ഫ്രാഗ്മെന്റ് ഓഫ് DNA ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വെക്ടറിൽ കൊണ്ടിട്ട് ലിഗേറ്റ് ചെയ്യുക. ലിഗേഷൻ മോളിക്കുലർ ഗ്ലൂ, മോളിക്കുലർ പശ. അതുപോലെ തന്നെ വെക്ടർ, ആ വാഹകനാണ് വെക്ടർ. എന്നിട്ട് എങ്ങോട്ടാണോ ആർക്കാണോ കൊണ്ടേ കൊടുക്കുന്നത് അതാണ് ഹോസ്റ്റ് ഓർഗാനിസം. ദാറ്റ്സ് ഓൾ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ചാണ്. 1963 സയന്റിസ്റ്റുകൾ കണ്ടെത്തി 2 enzymes were restricting the growth of bacteriophage in E. coli. ഈക്കോള എന്നുള്ള ബാക്ടീരിയക്കകത്തേക്ക് ബാക്ടീരിയോഫേജ് ഇൻഫെക്ട് ചെയ്തപ്പോൾ 2 എൻസൈമുകൾ ഇവരുടെ ഗ്രോത്തിനെ റെസ്ട്രിക്ട് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ സർവൈലൻസിനെ തന്നെ ബുദ്ധിമുട്ടാക്കി. അപ്പോൾ ഇവരുടെ ഗ്രോത്തിനെ എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു. അവർ മുഴുവൻ കട്ട് ചെയ്തു കളഞ്ഞു. അപ്പോൾ ബാക്ടീരിയോഫേജ് ഈക്കോള എന്നുള്ള അതിൻ്റെ ഹിസ്റ്ററിയാണ്. ഈക്കോള എന്നുള്ള ബാക്ടീരിയ, എസ്ക്രീഷ്യ കോളി എന്നുള്ള ബാക്ടീരിയക്കകത്തേക്ക് ബാക്ടീരിയോഫേജ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, വൈറസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയോഫേജ് ഈക്കോളയെ ഇൻഫെക്ട് ചെയ്തപ്പോൾ 2 എൻസൈം അവിടെ ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അവർ 2 തരത്തിലാണ് റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ഒന്ന്, കട്ട് ദ DNA കട്ട് ചെയ്ത് കളഞ്ഞു. 2, ആഡിങ് മിഥൈൽ ഗ്രൂപ്പ് ടു ദ DNA, മിഥൈലേഷൻ എന്നൊക്കെ പറയും. അങ്ങനെ ആകുമ്പോഴും ഗ്രോത്ത് എന്ത് ചെയ്തു, റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ 2 തരത്തിലായിരുന്നു ആ ഈക്കോളി ബാക്ടീരിയക്കകത്ത് ഗ്രോത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്തിരുന്നു. ഒന്ന്, കട്ടിങ് ദ DNA ഇങ്ങനെ മുറിച്ച് കളഞ്ഞിരുന്നു. രണ്ടാമതോ, ആഡ് മിഥൈൽ ഗ്രൂപ്പ് ടു ദ DNA, മിഥൈൽ ഗ്രൂപ്പുകൾ ഓരോ എൻഡിലേക്ക് ആഡ് ചെയ്തു. ദാറ്റ് ഇസ് കോൾഡ് മിഥൈലേഷൻ. അതോടുകൂടി അവിടെ ഗ്രോത്ത് എന്ത് ചെയ്തു, സപ്രസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പിന്നെ അല്ലെങ്കിൽ ആ എൻസൈമുകളെ പിന്നീട് വിളിച്ചതാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ആ എൻസൈമിനെ പിന്നീട് വിളിച്ച പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ആദ്യമായി കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ എൻസൈമാണ് HIND2. വെരി ഇമ്പോർട്ടൻറ്റ്. HIND2 ആണ് ആദ്യമായി കണ്ടെത്തിയ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എൻസൈമാണ് HIND2. അടുത്തൊരു നോട്ടാണ്, there are 900 restriction enzyme isolated from over 230 strain. 230ഓളം
കണത്തിൽപ്പെട്ട ബാക്ടീരിയകളിൽ നിന്നും 900ഓളം റെസ്ട്രിക്ഷൻ എൻസൈമുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. 900 റെസ്ട്രിക്ഷൻ എൻസൈമുകളെ ഐസൊലേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് 230ഓളം സ്ട്രെയിനുകളിൽ നിന്ന്. ഇനി ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ചില ക്യാരക്ടറാണ്, ചില സ്വഭാവങ്ങളാണ്, ചില ക്യാരക്ടറുകളാണ് ഇത് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ചില സ്വഭാവങ്ങൾ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഈച്ച് റെസ്ട്രിക്ഷൻ എൻസൈം ഹാവ് സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ്. ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും സ്പെസിഫിക് ആയ റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്. ഉദാഹരണം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇക്കോ R1 ഒരു റെസ്ട്രിക്ഷൻ എൻസൈമാണ്. ഈ ഇക്കോ R1ന്റെ റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAATTC. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ റെക്കഗ്നിഷൻ സീക്വൻസുകളുണ്ട്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ റെക്കഗ്നിഷൻ സീക്വൻസുകൾ വേണം എന്ന് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമിനും അതിൻ്റെതായ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, ഇക്കോ R1 ആണ് ഇവിടുത്തെ റെസ്ട്രിക്ഷൻ എൻസൈം. അതിൻ്റെ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് ഇൻ ബിറ്റ്വീൻ G ആൻഡ് A. ജിയുടെയും എയുടെയും ഇടക്ക് പോയി കട്ട് ചെയ്യുന്നു. ജിയുടെയും എയുടെയും ഇടക്ക് പോയി കട്ട് ചെയ്യുന്നു. അതാണ് റെസ്ട്രിക്ഷൻ സൈറ്റ്. അപ്പം റെക്കഗ്നിഷൻ സീക്വൻസ് ആണ് GAATTC. ആ സീക്വൻസിൽ മാത്രമേ റീഡ് ചെയ്യുള്ളൂ ആര്, ഇക്കോ R1. പക്ഷെ കട്ട് എവിടെയാണ്, സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ് ഇൻ ബിറ്റ്വീൻ G ആൻഡ് A. അപ്പോൾ സ്പെസിഫിക്ക് റെസ്ട്രിക്ഷൻ സൈറ്റിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് ആണ് ദേ ക്യാൻ റീഡ് പാലിൻഡ്രോമിക്കലി. അവർ മലയാളം എന്ന് വായിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കുള്ളൂ. 5' to 3' റീഡ് ചെയ്യും, അതേപോലെ തന്നെ 3' to 5' ഒരേപോലെ റീഡ് ചെയ്യുക. ഐ മീൻ ഇങ്ങോട്ട് GATTC, ഇങ്ങോട്ടും GATTC. ദാറ്റ് ഈസ് കോൾഡ് പാലിൻഡ്രോമിക്കലി. ഇത്രയാണ് അതിൻ്റെ പ്രധാനമായ ക്യാരക്ടേഴ്സ്. അടുത്തതായിട്ട് ഇവിടെ നോക്കാം. അടുത്തതായിട്ട് നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. അടുത്തതായിട്ട് നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ. ഈ റെസ്ട്രിക്ഷൻ എൻസൈമിന് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുക? അത് എക്സാമിന് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഉദാഹരണം വെച്ചിട്ട് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇക്കോ R1 ആണ് നമ്മളിവിടെ പഠിക്കുന്നതെങ്കിൽ ഇക്കോ R1ന്റെ പേരാണ് എസ്ക്രീഷ്യ കോളി RY13. എസ്ക്രീഷ്യ കോളി RY13. സോ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് എൻസൈം, ഈ എൻസൈമിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് E. ഫസ്റ്റ് ലെറ്റർ ഓഫ് ദിസ് എൻസൈം E എവിടുന്നാ വന്നത്? ഫസ്റ്റ് ലെറ്റർ ഓഫ് ജീനസ്, അതായത് എസ്ക്രീഷ്യയുടെ ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പൊ ഈ ഇക്കോ R1ന്റെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്ക്രീഷ്യയുടെ E ആണ് എന്ന് അർത്ഥം. രണ്ടാമത്തത് സെക്കൻഡ് ലെറ്റർ, സെക്കൻഡ് 2 ലെറ്റർ, അതായത് എൻസൈമിന്റെ രണ്ടാമത്തെ 2 ലെറ്ററുകൾ, അതായത് CO. എൻസൈമിന്റെ രണ്ടാമത്തെ 2 ലെറ്റർ CO. ആ CO എവിടുന്നാണ്? ഫസ്റ്റ് 2 ലെറ്റർ ഓഫ് സ്പീഷീസ്, അതായത് കോളിയുടെ CO ആണത്. സോ എസ്ക്രീഷ്യ കോളിയിൽ കോളിയുടെ CO ആണ് ഇത്, സെക്കൻഡ് 2 ലെറ്റർ ഓഫ് ദിസ് എൻസൈം. അടുത്തത് ഈ എൻസൈമിനകത്ത് വരുന്ന റോമൻ നമ്പർ ആണ്, സോറി R എന്നുള്ള ലെറ്റർ ആണ്. R എന്ന ലെറ്റർ ആണ്. അത് എവിടുന്നാണ്? നെയിം ഓഫ് സ്ട്രെയിൻ, ഏത് സ്ട്രെയിൻ ബാക്ടീരിയ എന്നാണ് അതിനെ കണ്ടെത്തിയത്, അതാണ് R. ലാസ്റ്റ് വൺ റോമൻ നമ്പർ. ഈ റോമൻ നമ്പർ എവിടുന്നാണ്? ഓർഡർ ഇൻ വിച്ച് ദിസ് എൻസൈംസ് ഐസൊലേറ്റഡ് ഫ്രം ദാറ്റ് സ്ട്രെയിൻ. ആ ഏത് സ്ട്രെയിനിൽ നിന്നാണോ അതിന്റെ ഓർഡർ, എത്രാമത്തെ ഓർഡർ എന്നാണ്. ഇപ്പോൾ 1-3 ആണെങ്കിൽ അതിൻ്റെ 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നൗ ന്യൂക്ലിയേസസ്, എക്സോ ന്യൂക്ലിയേസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയേസും ഉണ്ട്. എൻഡോ ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് വിത്തിൻ ദ DNA. എക്സോ ന്യൂക്ലിയസ് പറഞ്ഞാൽ പുറത്ത്, എക്സിറ്റ്, പുറത്ത് കട്ട് ചെയ്യും. അപ്പോൾ എൻഡോ ന്യൂക്ലിയസസ് വിത്തിൻ ദ DNA 2 ടൈപ്പ് കട്ടിംഗ് ഉണ്ട്. ഒന്ന് സ്റ്റിക്കി എൻഡ് കട്ടും, 2 ബ്ലണ്ട് എൻഡ് കട്ടിങ്. സ്റ്റിക്കി എൻഡ് കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കട്ടിങ് ഇവിടെയാണെങ്കിൽ അത് പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ കട്ട് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ ഇക്കോ R1, നേരത്തെ പറഞ്ഞ പോലെ ഇക്കോ R1 ജിയുടെയും എയുടെയും ഇടക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ ജിയുടെയും എയുടെയും ഇടക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ GAATTC അങ്ങനെ ആകുമ്പോൾ ജിയുടെയും എയുടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ, ഇതാ, ദിസ് ഈസ് കോൾഡ് സ്റ്റിക്കി എൻഡ്. ഇതാണ് സ്റ്റിക്കി എൻഡ്. ഇവിടെയും കട്ട് ചെയ്ത് ഇവിടെയും കട്ട് ചെയ്തു. അപ്പോൾ എന്താ, ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടുകളും കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടും ഹൈഡ്രജൻ ബോണ്ടും ഈ കേസിൽ കട്ട് ചെയ്യും. പക്ഷേ ഈ കേസിൽ എന്താണ്, ഇവിടെ കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിളാണ് CCCGGG, CCCGGG. ഈ സിയുടെയും ജിയുടെയും ഇടക്ക് കട്ട് ചെയ്യുക, ഉണ്ടല്ലേ? അപ്പം എന്താ, ജസ്റ്റ് ഒരൊറ്റ കട്ടിങ് മാത്രം ഇങ്ങനെ, അതിനാണ് ബ്ലണ്ട് ആൻഡ് കട്ടിങ്. ഇങ്ങനെ കട്ട് ചെയ്യും. മറ്റേത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ, ഇതെന്താണ്, ജസ്റ്റ് ഒറ്റ കട്ടിങ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒറ്റ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഒരൊറ്റ ഫ്രാഗ്മെന്റ് ഉണ്ടാവും. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിനെ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ, ഹൈഡ്രജൻ ബോണ്ടിനെ ഇവിടെ കട്ട് ചെയ്യുന്നില്ല.
അപ്പോൾ ലിഗേഷൻ നടത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ് സ്റ്റിക്കി എൻഡ് കട്ടിങ്. കാരണം എന്താ, അവിടെ ഫോസ്ഫോ എസ്റ്റർ ബോണ്ടിങ്ങിനെ ഉണ്ടാക്കാൻ പറ്റും, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലിഗേഷൻ നടത്തുമ്പോൾ ഏറ്റവും സ്ട്രോങ് ബോണ്ടായിരിക്കും ഏത്, സ്റ്റിക്കി എൻഡ് കട്ടിങ് നടത്തി കഴിഞ്ഞാൽ. തൊട്ട് മുന്നേ നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ്, റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, റെസ്ട്രിക്ഷൻ എൻസൈമുകൾ എന്താണ് ചെയ്യുന്നത്, കട്ടിങ് ആണ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ വലിയൊരു DNA ഒരുപാട് ചെറിയ ചെറിയ ഫ്രാഗ്മെൻസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എങ്ങനെ, സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റിൽ സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസുകൾ റീഡ് ചെയ്തുകൊണ്ട് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റിനകത്ത് പോയി കട്ട് ചെയ്തുകൊണ്ട് സ്മോൾ ഫ്രാഗ്മെൻസുകളാക്കി മാറ്റുക എന്നുള്ളതാണ് റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ഡ്യൂട്ടി. അങ്ങനെ സ്മോൾ ഫ്രാഗ്മെന്റുകളായ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം, ഉദാഹരണത്തിന് ഇവിടെ ഇക്കോ ആർ വൺ റീഡ് ചെയ്തിട്ടുണ്ട്. ഇക്കോ ആർ വൺ റീഡ് ചെയ്തപ്പോൾ ഒരുപാട് സ്മോൾ ഫ്രാഗ്മെന്റ്സ് കിട്ടി. ദാറ്റ് ഈസ് കോൾഡ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റുകളാണിത്, DNA ഫ്രാഗ്മെന്റ്സ്. ഈ DNA ഫ്രാഗ്മെന്റുകൾ സൊല്യൂഷൻ ആക്കി മാറ്റിയിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് DNA ഫ്രാഗ്മെന്റ്സുകളുള്ള സൊല്യൂഷനാണ് DNA സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. DNA സൊല്യൂഷൻ. ഇനി നമുക്ക് ഈ DNA ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്യണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. ഇലക്ട്രോഫോറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് DNAകളെ മൂവ് ചെയ്യിപ്പിക്കുക. സിൻസ് DNA ആർ നെഗറ്റീവ്ലി ചാർജ്, ഇത് ഈ പോയിന്റ് ശ്രദ്ധിക്കണം. സിൻസ് DNA ആർ നെഗറ്റീവ്ലി ചാർജ്, ദേ ആർ ഫോഴ്സ്ഡ് ടു മൂവ് ടുവേർഡ്സ് ആനോഡ്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് ദേ ആർ ഫോഴ്സ്ഡ് ടു മൂവ് ടുവേർഡ്സ് ആനോഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ജെൽ ഇലക്ട്രോഫോറോസിസ്. ആ ഒരു പ്രക്രിയയാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്ലേറ്റ് എടുക്കണം. ആ പ്ലേറ്റിനകത്തേക്ക്, ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡ് പോലത്തെ ഒരു പ്ലേറ്റ്, ഗ്ലാസ് പ്ലേറ്റ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് പ്ലേറ്റ്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അഗാറോസിനെ ഒഴിക്കുക. അഗാർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് 1 പഠിച്ചു. ജെലീഡിയം ഗ്രാസിലേറിയത്തിൽ നിന്ന് കിട്ടുന്ന സീവീഡ്സ് നിന്ന് കിട്ടുന്നതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അഗാറോസ് പൗഡർ ഫോമിലേക്കാരം. ആ പൗഡർ ഫോമിലുള്ള അഗാറോസിനെ സൊല്യൂഷൻ ആക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ സ്ലൈഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ആ ഗ്ലാസ് സ്ലൈഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വെല്ല് ക്രിയേറ്റ് ചെയ്യുക. ദിസ് ഇസ് കോൾഡ് വെല്ല് ക്രിയേറ്റ് ചെയ്യുക. വെല്ല് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സിറിഞ്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചക്ഷൻ വരുത്തുന്ന സിറിഞ്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ പിസ്റ്റൺ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹോൾസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് വെൽ. ഈ വെല്ലിനകത്തേക്കാണ് നമ്മൾ DNA ലോഡ് ചെയ്യുക. അപ്പോൾ ഈ DNA സൊല്യൂഷൻ നമ്മൾ ലോഡ് ചെയ്യണം. DNA സൊല്യൂഷൻസ് ആർ ലോഡിങ്. ഇതിനകത്തേക്ക് ലോഡ് ചെയ്തു. DNA സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് നമ്മൾ ഈ DNA സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു, ലോഡ് ചെയ്തു. DNA സൊല്യൂഷൻസ് ആർ ലോഡഡ്. അപ്പോൾ എന്താണ് അഗാറോസ് നിങ്ങൾ മനസ്സിലാക്കണം. അഗാറോസ് ഈസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. അതിനകത്തേക്ക് DNA സൊല്യൂഷനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അഗാറോസ് ഉണ്ട്. ഇതൊക്കെ അഗാറോസ് ആണ്. ഇവിടെ നമ്മൾ DNA സൊല്യൂഷനെ ലോഡ് ചെയ്ത് എന്നിട്ട് ഈ പ്ലേറ്റ് നേരെ കൊണ്ടുവന്നിട്ട് ഇലക്ട്രോഫോറോസിസ് ചേംബറിന്റെ മുകളിൽ കൊണ്ടു നോക്കുക. ഇലക്ട്രോഫോറോസിസ് ചേംബറിന്റെ മുകളിൽ, ഇലക്ട്രോഫോറോസ് നടത്തുന്ന ചേംബറിന്റെ മുകളിൽ കൊടുത്തിട്ട് വെക്കുക. എന്നിട്ട് ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൽ സർക്കുലേറ്റ് ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു സൊല്യൂഷനാണ്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ തരത്തിലുള്ള സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യാം. ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ സൊല്യൂഷനും തമ്മിൽ മുട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ മുകളിലൂടെ മുട്ടാൻ പാടില്ല. ഇവിടുത്തെ ബഫർ സൊല്യൂഷൻ, ഈ ചേംബറിനകത്തുള്ള ബഫർ സൊല്യൂഷനും ഇവിടുന്ന് വന്നിട്ട് ഇതിലൂടെ മുട്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുള്ളൂ, പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലേറ്റിൻ്റെ മുകളിലൂടെ പോകാൻ പാടില്ല, താഴത്തൂടെ പോകണം. നിങ്ങളെ ലോജിക്ക് വെച്ചിട്ട് ആലോചിച്ചാൽ മതി. പ്ലേറ്റ് ഇതാണെങ്കിൽ പ്ലേറ്റിൻ്റെ ഇവിടെ ബഫർ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒഴിക്കുന്നുണ്ട്, ഇവിടുന്ന് ഈ ബഫർ സൊല്യൂഷൻ വന്നിട്ട് ഇതിങ്ങനെ വന്നിട്ട് താഴത്തൂടെ മുട്ടണം. ശ്രദ്ധയോട് കൂടി ഒഴിക്കണം. അങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 hour, 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ DNA ഫ്രാഗ്മെൻസുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബട്ട് നമ്മൾക്ക് DNA ഫ്രാഗ്മെൻറ്റുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ ജസ്റ്റ് ഫ്രാഗ്മെൻറ്റുകൾ വരച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ, വിസിബിൾ ആവണമെങ്കിൽ വി ഷുഡ് ട്രീറ്റ് വിത്ത് എഥിഡിയം ബ്രോമൈഡ് സൊല്യൂഷൻ. എഥിഡിയം ബ്രോമൈഡ് സൊല്യൂഷനായിട്ട് ട്രീറ്റ് ചെയ്തതിനു ശേഷം വി ഷുഡ് പ്ലേസ് ദാറ്റ് പ്ലേറ്റ് ഇൻസൈഡ് എ UV ലാമ്പിനകത്ത് കൊണ്ടുവന്നിട്ട് വെക്കുക.
കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ യു വി ലാമ്പിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എതിഡിയം ബ്രോമൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്ത ഈ DNA ഫ്രാഗ്മെന്റ്സുകൾ വിൽ ബി വിസിബിൾ, വിഷ്വലൈസ്ഡ് ആസ് എ ബ്രൈറ്റ് ഓറഞ്ച് റെഡ് കളറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾ VNTR പ്രോബ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ DNA ഫിംഗർ പ്രിന്റിങ്ങിൽ? അപ്പൊ പ്രോബുകൾ വെച്ചിട്ട്, പ്രോബ് എന്ന് പറഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് DNA ആണ്. അപ്പൊ ആ DNA പ്രോബിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടെത്തുക. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമുക്കറിയാലോ, അതിന്റെ ഫ്രാഗ്മെന്റുകൾ നമുക്കറിയാം. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ നമുക്കറിയാം, അതിന്റെ കോഡിങ് നമുക്കറിയാം. അതിനനുസൃതമായിട്ടുള്ള DNA ഫ്രാഗ്മെന്റിനെ ഉണ്ടാക്കുന്നതാണ് പ്രോബ് എന്ന് പറഞ്ഞാൽ. ആ പ്രോബിനെ നമ്മൾ, ആ പ്രോബ് സൊല്യൂഷൻ നമ്മൾ ഇതിലൂടെ കടത്തിവിടുക. അപ്പൊ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റുമായി മാത്രം എന്ത് ചെയ്യുള്ളൂ? പ്രോബ് കോഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പോയിട്ട് എന്ത് ചെയ്യും? കോംപ്ലിമെന്ററി ചെയ്യുള്ളൂ, കോംപ്ലിമെന്റാരിറ്റി കാണിക്കുള്ളൂ. ആൻഡ് ദാറ്റ് പ്രോബ് ഷുഡ് ബി റേഡിയോ ലാബിൾഡ്. മറക്കരുത്, ദാറ്റ് പ്രോബ് ഷുഡ് ബി റേഡിയോ ലാബിൾഡ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ റേഡിയോ ലാബിൾഡ് ആയിട്ടുള്ള പ്രോബ് അവിടെ മാത്രം, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ മുകളിൽ മാത്രം എന്ത് ചെയ്യും? ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, കോംപ്ലിമെന്റാരിറ്റി കാണിക്കും. എന്നിട്ട് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ എക്സ്റേ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, എക്സ്റേ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ എതിഡിയം ബ്രോമൈഡ് ട്രീറ്റ് ചെയ്തിട്ട് യു വി ലാമ്പിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ DNA ഫ്രാഗ്മെന്റുകളും ബ്രൈറ്റ് ഓറഞ്ച് കളറായി കയറും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ DNA പ്രോബിനെ അല്ലെങ്കിൽ റേഡിയോ ലാബിൾഡ് പ്രോബിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം പോയിട്ട് കോഡ് ചെയ്യും. ആൻഡ് ഓൾസോ നമ്മൾ എക്സ്റേ അടിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി വിഷ്വലൈസ്ഡ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, സോ ദാറ്റ് വി ക്യാൻ സെപ്പറേറ്റ് ഔട്ട്. അതിനെ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് കോൾഡ് എല്യൂഷൻ. എന്നെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. That's all. Next is about cloning vector. അടുത്താണ് ക്ലോണിംഗ് വെക്ടർ. ക്ലോണിംഗ് വെക്ടർ ആണ് അടുത്ത ടൂളാണ്. അതിനകത്തുള്ള 3 പ്രധാനമായ സൈറ്റുകളുണ്ട്. ഇതാണ് ഒരു ക്ലോണിംഗ് വെക്ടർ. ഈ ക്ലോണിംഗ് വെക്ടർ വിളിക്കുന്ന പേരാണ് PBR322. ഇറ്റ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ വെക്ടർ. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ വെക്ടർ ആണ് PBR322. നമ്മൾ നേരത്തെ പഠിച്ച ഒരു വെക്ടർ പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിൽ നിന്നും ഉണ്ടാക്കിയ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ വെക്ടറാണ്. ഉണ്ടാക്കിയ ആളുകളുടെ പേരാണ് ബൊളിവർ ആൻഡ് റോഡ്രിഗസ്. B ഫോർ ബൊളിവർ, R ഫോർ റോഡ്രിഗസ്. അവരുണ്ടാക്കിയത് എവിടുന്നാണ് ഉണ്ടാക്കിയത്? പ്ലാസ്മിഡിൽ നിന്നും ഉണ്ടാക്കിയ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ വെക്ടറാണ് PBR322. ഉണ്ടാക്കിയത് ആരാണ്? ബൊളിവർ ആൻഡ് റോഡ്രിഗസ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബൊളിവർ ആൻഡ് റോഡ്രിഗസ്. അങ്ങനെ അതാണ് PBR322 കുറെ സൈറ്റുകൾ മനസ്സിലാക്കണം. ഒന്നാമതാണ് ഒറി മീൻസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പോയിന്റ് ആണ് ഒറി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ കൊടുത്താൽ തന്നെ, ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഇവിടേക്ക് കൊടുത്താൽ തന്നെ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ലോൺ ചെയ്യണമെങ്കിൽ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒറി വേണം. അതുകൊണ്ടാണ് പ്ലാസ്മിഡ് എന്തായത്? ഓട്ടോസോമലി റെപ്ലിക്കേറ്റിംഗ് ആയത്. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. ഐ റിപ്പീറ്റ്, എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയത് എന്തുകൊണ്ടാണ്? ഒറി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒറി ഉള്ളത് കൊണ്ടാണ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആയത്, കണ്ടിന്യൂസ്ലി റെപ്ലിക്കേറ്റിംഗ് ആയത്. അപ്പോൾ ദ പോയിന്റ് ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ ദാറ്റ് കോഡ് ഫോർ റെപ്ലിക്കേഷൻ നടക്കാൻ കാരണമായ ദ സൈറ്റ് അറ്റ് വിച്ച് ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ബിഗിൻസ് ഹിയർ. ഒറിയിലാണ് റെപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ആൻഡ് ഓൾസോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒറിയിൽ നിന്ന് തുടങ്ങിയാൽ തന്നെ ഇവിടേക്കോ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാസ്മിഡ് വെക്ടർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ, അല്ലെങ്കിൽ PBR322 റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കൂടെ തന്നെ ഇതും എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ എത്ര എമൗണ്ട് ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഉണ്ടാക്കണം, എത്ര കോപ്പി ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് ഉണ്ടാക്കണം തീരുമാനിക്കുന്ന ആരാണ്? ഒറിയാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. രണ്ട് പോയിന്റ് ഉള്ളൂ. ഒറി റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഹിയർ. രണ്ടാമത്തെ പോയിന്റ് ആണ് എത്ര തവണ റെപ്ലിക്കേറ്റ് ചെയ്യണം, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എത്ര കോപ്പി ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഒറിയാണ്. രണ്ടാമതാണ് സെലക്റ്റബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ജീനുകളാണ്. ആയ ജീൻ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞു സ്റ്റാൻലി കോനും ഹെർബർട്ട് ബോയറും കണ്ടെത്തിയ പ്ലാസ്മിഡ് വെക്ടർ സാൽമോണില്ല ടൈഫിമ്യൂറിയം എന്നുള്ള ബാക്ടീരിയക്കകത്തുള്ള പ്ലാസ്മിഡ് വെക്ടറിനെ ആദ്യമായി കണ്ടെത്തിയപ്പോൾ പോലും ആ പ്ലാസ്മിഡ് വെക്ടറിനകത്ത് എന്തുണ്ടായിരുന്നു? ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകൾ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീന്. അതാണ് ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ, രണ്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. ഇത് മ്യൂട്ടേഷൻ വഴി ഉണ്ടാവുന്നതാണ്, മ്യൂട്ടേഷൻ വഴി നേടിയെടുക്കുന്നതാണ്. ചില ബാക്ടീരിയകളിൽ മ്യൂട്ടേഷൻ വഴി നേടിയെടുക്കുന്നതാണ്.
നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ആൻറ്റിബയോട്ടിക്സുകൾ. ഈ ആൻറ്റിബയോട്ടിക്സുകളോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ബാക്ടീരിയകൾ, എല്ലാ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളാരും ഒരസുഖം മാറൂല. അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആൻറ്റിബയോട്ടിക് തരും. ആ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ രോഗാണുക്കളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വന്ന രോഗാണുക്കളെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ കൊല്ലാൻ വേണ്ടി വരുന്ന ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻസ് കാണിക്കുന്ന ചില ബാക്ടീരിയകൾ ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. അതവർ മ്യൂട്ടേഷൻ വഴി നേടിയെടുത്തതാണ്. അതുകൊണ്ടാണ് ചില അസുഖങ്ങൾ എത്ര ആൻറ്റിബയോട്ടിക് കുടിച്ചാലും മാറൂല. കാരണം എന്താ? എത്ര ആൻറ്റിബയോട്ടിക് കുടിച്ചാലും ആ രോഗാണുവിനെ കൊല്ലാൻ പറ്റുന്നില്ല. കാരണം ആ രോഗാണുവിനകത്ത് എന്തുണ്ട്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്ന ജീൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. സോ വി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സെലക്റ്റബിൾ മാർക്കറായി നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനാണ് ആംപിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ആൻഡ് ഓൾസോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ആ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടേക്കാണ് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ എന്ത് ചെയ്യുക? കയറ്റുക. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സെലക്റ്റബിൾ മാർക്കർ. ഒരു മാർക്കറാണ്. അപ്പോൾ നമ്മൾ ഒരു പുസ്തകം നമ്മൾ വായിച്ചിട്ട് നമ്മളൊരു കടലാസ് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പേന നമ്മൾ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നിട്ട് നമ്മൾ കുറച്ച് നേരം കളിക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ പേന എവിടെയാണ് വെച്ചത് അവിടെ നിന്നല്ലേ നമ്മൾ വീണ്ടും വായന തുടങ്ങുക. അത് മാർക്കറാണ്, അതൊരു അടയാളമാണ്. അതേപോലെ തന്നെ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് നമ്മൾ സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയപ്പെടുന്നത്. ഈ ഭാഗം ഒട്ടുമിക്ക കുട്ടികൾക്കും ഡൗട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതിനാണ് സെലക്റ്റബിൾ മാർക്കർ എന്ന് അറിയപ്പെടുന്നത്. സെലക്റ്റബിൾ മാർക്കർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എവിടേക്കാണോ കയറ്റുന്നത് ആ ഭാഗത്തിന്, ആ ഒരു ഏരിയനെ വിളിക്കുന്നവരാണ് സെലക്റ്റബിൾ മാർക്കർ. ദാറ്റ് ഷുഡ് ബി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാവാം. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാണ് ആര്? ഈ സെലക്റ്റബിൾ മാർക്കറുകൾ. അതിനകത്തേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറ്റി കഴിഞ്ഞാൽ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ, അതായത് റീകോമ്പിനേഷൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ, അല്ലെങ്കിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ എന്ത് വേണം? ഈ സെലക്റ്റബിൾ മാർക്കർ സഹായിക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് നമ്മൾ വേറെ പറയും. അപ്പോൾ അതാണ് രണ്ടാമത്തത്. മൂന്നാമതാണ് ക്ലോണിങ് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിലേക്കാണോ, അതായത് സെലക്റ്റബിൾ മാർക്കറിന്റെ മുകളിൽ, അപ്പോൾ ഇതാണ് സെലക്റ്റബിൾ മാർക്കറിന്റെ മുകളിൽ ഏത് സൈറ്റിലേക്കാണോ നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, ഏത് സൈറ്റിലാണോ റെസ്ട്രിക്ഷൻ എൻസൈം അത് കട്ട് ചെയ്യുന്നത്, എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഏത് ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കുക, അതിനെ വിളിക്കുന്നതാണ് ക്ലോണിങ് സൈറ്റ്. ആ ഭാഗത്താണ് ക്ലോണിങ് നടക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ച റെസ്ട്രിക്ഷൻ എൻസൈം ബാം H1 ആണെങ്കിൽ ബാം H1 റെസ്ട്രിക്ഷൻ എൻസൈം ഇങ്ങനെ വന്നിട്ട് ഇവിടെ കട്ട് ചെയ്യും, അതിന് പെർട്ടിക്കുലർ സൈറ്റ് ഇവിടെയും കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കയറ്റും. അപ്പോൾ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയ അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നിൽക്കുന്ന ഭാഗത്തിനെ വിളിക്കുന്ന സെലക്റ്റബിൾ മാർക്കറാണ്. ഏത് പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്? ഒരിക്കലും തെറ്റിയിരിക്കാൻ പാടില്ല. ഇതൊന്നും റെസ്ട്രിക്ഷൻ എൻസൈമുകളല്ല, ഇതൊക്കെ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കട്ട് ചെയ്യുന്ന സൈറ്റുകളാണ്. ഇപ്പോൾ ബാം H1 ആണെങ്കിൽ കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, SAL1 ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, PVU1 ആണ് കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, PSU1 കട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ ഓരോ റെസ്ട്രിക്ഷൻ, ഹിൻഡ് 3 ആണ് ഇവിടെയാണ്. അപ്പോൾ ഓരോ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കട്ട് ചെയ്യുന്ന സൈറ്റുകളാണത്. ആ സൈറ്റുകളെ അല്ലെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്നത് ക്ലോണിങ് സൈറ്റ്. ആ സൈറ്റിനകത്തേക്കാണ് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കൊടുക്കുക. അപ്പോൾ സെലക്റ്റബിൾ മാർക്കറിനകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെലക്റ്റബിൾ മാർക്കർ ഉണ്ടെങ്കിൽ ആ സെലക്റ്റബിൾ മാർക്കറിന് അകത്തേക്കാണ് നമ്മൾ കൊടുക്കുക. ഏതാണോ സൈറ്റ് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ? റെസ്ട്രിക്ഷൻ എൻസൈം നോക്കിയിട്ട് ഏത് റെസ്ട്രിക്ഷൻ എൻസൈമാണ് നമ്മൾ കൊടുക്കേണ്ടത്, ആ റെസ്ട്രിക്ഷൻ എൻസൈം നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസിൽ അത് റീഡ് ചെയ്യും. സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് റീഡ് ചെയ്യും, സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? ഒരു ഗ്യാപ്പ് വന്നു. അവിടേക്ക് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു? ലിഗേറ്റ് ചെയ്യും. ആ ലിഗേറ്റ് ചെയ്യുന്ന ഭാഗമാണ് സെലക്റ്റബിൾ മാർക്കർ. ആ സെലക്റ്റബിൾ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയാ ഇനി രണ്ടാമത്തെ ഭാഗം ഏത്? ആ സെലക്റ്റബിൾ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അതായത് റീകോമ്പിനൻ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അത് തീരുമാനിക്കാനുള്ള ഒരു മെത്തേഡാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എൻസൈം ഉണ്ട്. അതിനകത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് പെട്രി പ്ലേറ്റ്. ഒരു പ്ലേറ്റ് ഉപയോഗിക്കണം. ആ പെട്രി പ്ലേറ്റിനകത്തേക്ക് നമ്മൾ വളരെ വിസിബിൾ ആവാൻ വേണ്ടി നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അഗാർ പ്ലേറ്റിനകത്തേക്ക് അല്ലെങ്കിൽ പ്ലേറ്റിനകത്തേക്ക് അഗാർ ആഡ് ചെയ്യുക. അഗാറിൻ്റെ കൂടെ നമ്മൾ എക്സ്ഗാലിനെ ആഡ് ചെയ്യുക. എക്സ്ഗാൽ ഈസ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ക്രോമോജൻ എന്ന് പറഞ്ഞാൽ കളർ തരുന്ന ഒരു സബ്സ്ട്രേറ്റ്, അത്രേ ഉള്ളൂ.
അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഒരു അഗാർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ അണുക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമമാണ് അഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അഗാറിനകത്ത് നമ്മൾ എക്സ്ഗാൽ ആഡ് ചെയ്യുക. എക്സ്ഗാൽ ഇസ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. അപ്പോൾ അഗാറിനകത്തേക്ക് അഗാർ പ്ലസ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് പ്ലസ് ആംപിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ, ആംപിസിലിനെയും ടെട്രാസൈക്ലിനെയും ആഡ് ചെയ്യും. അപ്പോൾ ആംപിസിലിനെയും ടെട്രാസൈക്ലിനെയും ക്രോമോജനിക് സബ്സ്ട്രേറ്റിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എന്തൊക്കെയുണ്ട്? അഗാർ ഉണ്ട്. അഗാറിനകത്ത് എന്തൊക്കെയുണ്ട്? ആംപിസിലിൻ ഉണ്ട്, ടെട്രാസൈക്കിൾ. ആംപിസിലിൻ ടെട്രാസൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക്കുകളാണ്. ആംപിസിലിൻ ഉണ്ട്, ടെട്രാസൈക്കിൾ ഉണ്ട്, ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? എക്സ്ഗാലുണ്ട്. ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒന്നാമത്തെ പ്ലേറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പ്ലേറ്റിനകത്തേക്ക് നമ്മൾ ജസ്റ്റ് എന്ത് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ? ഇപ്പോൾ ഫസ്റ്റ് പ്ലേറ്റിനകത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയാണ്. ഈ പ്ലേറ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിനകത്തേക്ക് നമ്മൾ അഗാർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അഗാർ പ്ലസ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. അഗാർ പ്ലസ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ഐ റിപ്പീറ്റ്, അഗാറും ഉണ്ട്, അതുപോലെ തന്നെ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള എക്സ്ഗാലും ഉണ്ട്. അപ്പോൾ അഗാറും ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള എക്സ്ഗാലും മാത്രമേ ഉള്ളൂ. ഈ എക്സ്ഗാൽ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഈ പ്ലേറ്റിന് വൈറ്റ് കളർ കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള എല്ലാം, അതായത് ആ സൊല്യൂഷനകത്തുള്ള എല്ലാ ഓർഗാനിസും ഇവിടെ വളരും. ആ പ്ലേറ്റിൻ്റെ മുകളിൽ എല്ലാ ഓർഗാനിസംസും ഇവിടെ വളരും. കാരണം എന്താ? ഇതിനകത്ത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഏതും കൊടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനകത്തുനിന്ന്, ഇതിൻ്റെ മുകളിൽ നിന്ന്, ഇപ്പം ജസ്റ്റ് അഗാർ പ്ലേറ്റിനകത്ത് എക്സ്ഗാൽ ഉണ്ട്. എക്സ്ഗാൽ മീൻസ് ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഈ ക്രോമോജനിക് സബ്സ്ട്രേറ്റും അതുപോലെ തന്നെ അഗാറും ആയതുകൊണ്ട് തന്നെ അത് പ്ലേറ്റിൻ്റെ കളർ വൈറ്റ് കളറാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സൊല്യൂഷൻ അകത്തു നിന്നുള്ള ആളുകളെ, അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ ഇതിനകത്തേക്ക് കൾച്ചർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓർഗാനിസംസും എന്ത് ചെയ്യും? വളരും. ആൻഡ് ഓൾസോ ദേ വിൽ ബി പ്രൊവൈഡിങ് ബ്ലൂ കളർ. ആ കോളനി എന്തായിരിക്കണം? ബ്ലൂ കളറായിരിക്കും. ബ്ലൂ കളർ ആവാനുള്ള കാരണം ശ്രദ്ധിക്കാം. ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം ബാക്ടീരിയകൾ പ്രൊഡ്യൂസ് ചെയ്യും. സോ ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്ലസ് എക്സ്ഗാൽ വിൽ ഗിവ്സ് ബ്ലൂ കളർ. എക്സ്ഗാൽ ഒരു ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആണ്. അപ്പോൾ ക്രോമോജനിക് സബ്സ്ട്രേറ്റ് ആയിട്ടുള്ള എക്സ്ഗാലുമായിട്ട് ബീറ്റാ ഗാൽ എൻസൈം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കളർ വരും? ബ്ലൂ കളർ വരും. ഐ റിപ്പീറ്റ്, ബീറ്റാ ഗാലക്ടോസിഡേസ് എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ വിൽ ബി റിയാക്റ്റഡ് വിത്ത് എക്സ്ഗാൽ ടു പ്രൊഡ്യൂസ് ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ ഫുൾ കോമൺ ആയിട്ട് ബ്ലൂ കളർ ആയിട്ടുള്ള എല്ലാ കോളനിയും തരും. അപ്പോൾ ഇവിടെ എന്താണ്? പ്രത്യേകിച്ച് ഒരു കോളനികൾ എന്തല്ല, ഈ ഫസ്റ്റത്തെ കേസിൽ പ്രത്യേകിച്ച് ഒരു കോളനികൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല വെദർ ഇറ്റ് ഈസ് റീകോമിനൻ്റ് ഓർ നോട്ട്. പക്ഷെ രണ്ടാമതായിട്ട് ഈ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട്, വേറെ അല്ല, ഈ പ്ലേറ്റിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ പ്ലേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഒരു സെറോക്സ് പോലെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നേരെ അടുത്ത പ്ലേറ്റിലേക്ക് വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്ലേറ്റിനകത്ത് എന്തൊക്കെ വേണം? ആംപിസിലിൻ വേണം. ഈ പ്ലേറ്റിനകത്ത് എന്തൊക്കെ വേണം? ആംപിസിലിൻ വേണം, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് വേണം, അതുപോലെ തന്നെ അഗാർ വേണം, അതുപോലെ തന്നെ എക്സ്ഗാൽ വേണം. എക്സ്ഗാൽ, ഐ റിപ്പീറ്റ്, എന്തൊക്കെ വേണം? അഗാർ വേണം, ആംപിസിലിൻ വേണം, ടെട്രാസൈക്ലിൻ വേണം, എക്സ്ഗാൽ വേണം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എക്സ്ഗാൽ ഉള്ളത് കൊണ്ട് പ്ലേറ്റ് വൈറ്റ് കളറായിരിക്കും. അതുപോലെ തന്നെ അഗാർ ആണ് ഇതിനകത്തുള്ളത്. അഗാറിനകത്ത് എക്സ്ഗാൽ ഉള്ളത് കൊണ്ട് അഗാർ വൈറ്റ് കളറായി. കാരണം രണ്ടാമത്തത് ആംപിസിലിൻ ആൻറ്റിബയോട്ടിക് ഇതിനകത്ത് വേണം, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ഇതിനകത്ത് വേണം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഇതിനകത്ത് നിന്ന് ശ്രദ്ധയോടുകൂടി നിൽക്കണം. ഇതിനകത്ത് നിന്ന് ഏത് കോളനിയാണ് ഇവിടെ വളർന്നത്, ആ കോളനി ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ നടന്നിട്ടില്ല. അതായത് ഇപ്പം ഇവിടെ വളർന്നത് ആംപിസിൽ റെസിസ്റ്റന്റ് ജീൻ. ആംപിസിൽ റെസിസ്റ്റന്റ് ജീൻ്റെ മുകളിൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കാണുന്നില്ല. പക്ഷേ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ്റെ മുകളിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ്റെ മുകളിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ ഇനാക്റ്റീവ് ആക്കിയിട്ടുണ്ട് എന്ന്. ഐ റിപ്പീറ്റ്, ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇനാക്ടിവേറ്റഡ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ്റെ ധർമ്മം എന്താ? ടെട്രാസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക്, ഇഫ് ദിസ് ഈസ് ദ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്, ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക് ഇതാണെങ്കിൽ ഇതൊരു ഈ ഒരു ബാക്ടീരിയനെ അല്ലെങ്കിൽ ഈ അണുവിനെ കൊല്ലാൻ വരികയാണ്. അപ്പോൾ ടെട്രാസൈക്ലിൻ ആൻറ്റിബയോട്ടിക്കിനെ കൊല്ലാൻ വരികയാണെങ്കിൽ സ്വാഭാവികം അതിനെ തടുത്ത് നിർത്താനുള്ള ആളാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. അപ്പോൾ ഇതാണ് റെസിസ്റ്റന്റ് ജീൻ. അപ്പോൾ ടെട്രാസൈക്ലിൻ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെ തടുത്ത് നിർത്താനാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇല്ല. കാരണം എന്താ? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിൻ്റെ മുകളിൽ വന്നിട്ട് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ നടത്തിയിട്ടുണ്ട്. നല്ല ഡൗട്ട് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ആദ്യം ഉണ്ട്, പക്ഷെ അവിടെ എന്താണ്? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഇങ്ങനെയാണ്. ഏത്? ടെട്രാസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് ഇതാണ് അണു, ബാക്ടീരിയ ഇതാണ്. അപ്പോൾ ടെട്രാസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് വരുന്നു,
അപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടി ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ട്. സോ ഈ അണു ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ഈ കേസിൽ എന്താണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഈസ് ഇനാക്ടിവേറ്റഡ്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് ഏതും കൊടുത്തിട്ടില്ല, ടെട്രാസൈക്ലിനോ അല്ലെങ്കിൽ ആംബിസിലിനോ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്, ടെട്രാസൈക്ലിനും ആംബിസിനും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികം ടെട്രാസൈക്ലിൻ എന്നുള്ള ആന്റിബയോട്ടിക് വരുമ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഉണ്ടാവില്ല. ഈ കേസിൽ ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഇല്ല. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ ഇനാക്റ്റീവ് ആണ്. ബിക്കോസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഈസ് ഇനാക്ടിവേറ്റഡ് ബൈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനാൽ അത് ഇനാക്റ്റീവ് ആക്കിയത് കൊണ്ട് ടെട്രാസൈക്ലിൻ ആന്റിബയോട്ടിക് ഇങ്ങനെ വരുമ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇല്ലാത്തതിനാൽ ഈ അണുവിനെ കൊല്ലുന്നു. അപ്പോൾ ഇവിടെ എന്തില്ല, നോ ഗ്രോത്ത്. മറ്റേ കേസിലോ ആംപീസിൽ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ ആക്റ്റീവ് ആണ്. കാരണം എന്താ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കയറാത്തത് കൊണ്ട് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ ഇവിടെ നടന്നിട്ടില്ല എന്ന്. അപ്പോൾ സ്വാഭാവികം എന്താ കാരണം ഇതാ ആംപീസിലിൻ വരുന്നു, ആംപീസിലിൻ വരുമ്പോൾ ആംപീസിൽ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ ഉണ്ട്. ആംപീസിൽ റെസിസ്റ്റന്റ് ജീൻ ഇവിടെ തടയുന്നതോടുകൂടി ദിസ് ഓർഗാനിസംസ് വിൽ ലൈവ് ഓർഗാനിസംസ് ഇവിടെ വളരുന്നുണ്ട്, ഇവിടെ വളരുന്നില്ല. അപ്പോൾ എവിടെ, അപ്പോൾ നിങ്ങൾ ഇതിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, എവിടെയാണോ വളരാത്ത കോളനി, നോ ഗ്രോത്ത്. ഈ നോ ഗ്രോത്ത് ആണെങ്കിൽ ഇറ്റ് ഈസ് റീകോമ്പിനന്റ്. അത് റീകോമ്പിനന്റ് ആണെന്ന് മനസ്സിലാക്കണം. ആ ഗ്രോത്ത് ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താ, ബിക്കോസ് ഓഫ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. ഇൻസെർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, ഇൻസെർഷണൽ. ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാലോ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനെ ഇനാക്റ്റീവ് ആക്കി. ഇപ്പൊ എൻ്റെ മുന്നിൽ ഒരാൾ വന്നിട്ട് മറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരാളെ മറ്റൊരാൾ വന്ന് മറഞ്ഞു നിന്നു, ദാറ്റ് ഇസ് കോൾഡ് ഇൻസെർഷണൽ. ഒരാൾ വന്ന് ഇൻസേർട്ട് ചെയ്തു, ഇനാക്റ്റീവ് ആക്കി, എന്നെ ഇനാക്റ്റീവ് ആക്കി. അപ്പോൾ ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എന്നുള്ള ഒരു ജീനാണ്. ആ ജീനിന്റെ മുകളിലേക്ക് വന്നിട്ട് വേറൊരാൾ വന്നു, ദാറ്റ് ഇസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നോടുകൂടി എന്ത് ചെയ്തു, ആ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ എന്ത് ചെയ്തു, മാസ്ക് ചെയ്തു അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കി. അതാണ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. അതിനാണ് ഇൻസെർഷൻ ഇനാക്ടിവേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കണം. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രോത്ത് ഇല്ലാത്ത എവിടെയാണോ അവിടെയാണ് റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഗ്രോത്ത് ഇല്ലാത്തത് എവിടെയാണോ അവിടെ റീകോമ്പിനൻ്റ് ആണ്, ഗ്രോത്ത് ഉള്ള ഭാഗം റീകോമ്പിനൻ്റ് അല്ല. അപ്പോൾ ഇതാ ഗ്രോത്ത് ഉള്ള ഭാഗം ഇവിടെയാണ്. സോ വി ക്യാൻ കമ്പയർ. ഗ്രോത്ത് ഉള്ള ഭാഗം ഇതാണ്, ദാറ്റ് മീൻസ് ഇതെന്താണ് റീകോമ്പിനൻ്റ് അല്ല, ഇത് നോട്ട് റീകോമ്പിനൻ്റ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഗ്രോത്ത് ഉണ്ട്, ഇവിടെ ഗ്രോത്ത് ഇല്ല. ഇവിടെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം ഞാൻ ഇനി പറയുന്നില്ല. കാരണം എന്താണ്, ഇവിടെ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം ഇവിടെ ടെട്രാസൈക്ലിന് ആന്റിബയോട്ടിക് ഏതും ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഗ്രോത്ത് ഉണ്ട്, ഇവിടെ ഗ്രോത്ത് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ഗ്രോത്ത് ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, ദിസ് ഈസ് റീകോമ്പിനന്റ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നമ്മൾ നേരത്തെ വെക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. വെക്ടറിന് ഒരുപാട് സൈറ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, രണ്ടാമത്തെ സെലക്റ്റബിൾ മാർക്കർ, ഇറ്റ് ഷുഡ് ബി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആവണം. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ക്ലോണിങ് സൈറ്റാണ്. അടുത്തത് വെക്ടർ ഫോർ ക്ലോണിങ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൻ്റെ കേസിൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യലി നമുക്കൊരു വെക്ടർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത് TI പ്ലാസ്മിഡ് എന്നാണ് ആ വെക്ടറിൻ്റെ പേര്. TI പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ആണ്, വിച്ച് കണ്ടെയ്ൻ tDNA. ആ tDNA ഉള്ള പ്ലാസ്മിഡിനെ, tDNA ഉള്ള ജീനെ കിട്ടിയത് എവിടെ നിന്നാണ്, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ എന്നുള്ള ഓർഗാനിസത്തിൽ. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ എന്നുള്ള ഓർഗാനിസത്തിന് അത് എന്തുണ്ട്, tDNA ഉണ്ട്, ട്യൂമർ ഇൻഡ്യൂസിങ് DNA ഉണ്ട്. ഈ ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള DNA ഉള്ള ഓർഗാനിസമാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ. അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ഈ tDNA, അതുപയോഗിച്ചിട്ട് TI പ്ലാസ്മിഡിനെ ഉണ്ടാക്കി. രണ്ടാമത് ആനിമൽസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിട്രോ വൈറസ് വെക്ടർ. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, പ്ലാന്റ്സിൽ TI പ്ലാസ്മിഡ്, ആനിമൽസിൽ റിട്രോ വൈറസ് വെക്ടർ ആണ്. അല്ലെങ്കിൽ ചോദ്യം വരിക, TI പ്ലാസ്മിഡിനെ എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, ഫ്രം അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ ഓർഗാനിസം. ഇറ്റ് ഈസ് എ ക്യാൻസർ പ്രൊഡ്യൂസിങ് ഓർഗാനിസം. ക്രൗൺ ഗാൾ ഡിസീസ് എന്നാണ് പേര് കേട്ടോ. ടുബാക്കോ പ്ലാന്റ്സിലൊക്കെ ക്രൗൺ ഗാൾ ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസമാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്ഫോർമേഷൻ ടു ഹോസ്റ്റ്. അടുത്ത ടൂളാണ് ഹോസ്റ്റിനകത്തേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RDNA എങ്ങനെയാണ് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് ബൈ ഡൈവാലന്റ് കാറ്റയോൺ. ദാറ്റ് മീൻസ് എക്സാമ്പിൾ കാൽഷ്യം പോലുള്ള ഡൈവാലന്റ് കാറ്റയോൺ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹോസ്റ്റിനെയും അതുപോലെ തന്നെ RDNA നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് വെക്കുക. അപ്പോൾ എന്താണ് RDNA ആദ്യം മനസ്സിലാക്കണം. RDNA എന്താണ്, വെക്ടർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരുപാട് ഫ്രാഗ്മെന്റുകളാക്കി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആ ഫ്രാഗ്മെന്റുകളിൽ നിന്ന് നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബൈ യൂസിങ് ജെൽ ഇലക്ട്രോഫോറോസിസ്. എന്നിട്ട് അതിന് നമ്മൾ ഈ വെക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞല്ലോ, ഇൻസേർഷൻ ഇനാക്ടിവേഷൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വെക്ടർ പ്ലസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് RDNA. ആ RDNA നമ്മൾ ഹോസ്റ്റിലേക്ക് കടത്തി വിടണം.
ചാപ്റ്ററിൻ്റെ എൻഡിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ ആ ഹോസ്റ്റിലേക്ക് കടത്തിവിടാനുള്ള ഒന്നാമത്തെ മെത്തേഡ് ഡൈവാലൻ കാറ്റയോൺ. ഡൈവാലൻ കാറ്റയോൺ സൊല്യൂഷൻ അകത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ആ RDNAയും ഹോസ്റ്റിനെ ഒരുമിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അത് സ്ലോലി എൻ്റർ ചെയ്യും, സെൽ വാളിൽ പോസ് ഉണ്ടാക്കിയിട്ട് സ്ലോലി എൻ്റർ ചെയ്യും. പക്ഷെ അതൊന്ന് വേഗത കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ് ഷുഡ് ബി ഹീറ്റ് ഷോക്ക് മെത്തേഡാണ്. ഐ റിപ്പീറ്റ്, ഹീറ്റ് ഷോക്ക് മെത്തേഡ്. ആദ്യം നമ്മൾ ഐസ് പാക്കിൻ്റെ മുകളിൽ വെക്കുക. ഡൈവാലൻ കാറ്റയോൺ സൊല്യൂഷൻ അകത്ത് വെച്ചിട്ട് RDNA പ്ലസ് ഹോസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെ കൊണ്ടിട്ട് ഐസിൻ്റെ മുകളിൽ, ഐസ് പാക്കിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് അതിൽ തൊട്ട് അതിൽ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 42 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുക. തുടർന്നുകൊണ്ട് ഹീറ്റ് കൊടുക്കുക 42 ഡിഗ്രി സെൽഷ്യസിൽ. വീണ്ടും അതിനെന്ത് ചെയ്യുക, ഐസിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഐസ്, 42 ഡിഗ്രി സെൽഷ്യസ്, ഹീറ്റ് ഷോക്ക്, ഐസ്, ഐസ്, ഹീറ്റ്, ഐസ്, അങ്ങനെ ഓർത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതിനകത്തേക്ക് ഇതിൻ്റെ പോർസുകൾ, ലിപ്പിഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള പോർസുകൾ, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാളിൻ്റെ പോർസുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആവുകയും അതിനകത്തേക്ക് RDNA എൻ്റർ ചെയ്യുകയും ചെയ്യും. ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് മൈക്രോ ഇഞ്ചക്ഷനാണ്. വെരി സിമ്പിൾ, ഇഞ്ചക്ഷൻ. ഡയറക്റ്റ് ആയിട്ട് RDNA ന്യൂക്ലിയസിനകത്തേക്ക് എന്ത് ചെയ്യുക, ഇഞ്ചക്ട് ചെയ്യുക. എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുള്ളത് അനിമൽസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അപ്പോൾ നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്തേണ്ടത് മൈക്രോ ഇഞ്ചക്ഷൻ കോമൺലി യൂസ്ഡ് ഇൻ ആനിമൽസ്. ശ്രദ്ധിക്കണം, മൈക്രോ ഇഞ്ചക്ഷൻ ആണ് ആനിമൽസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. തേർഡ് വൺ ഈസ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. അതെങ്ങനെയാണ്? പ്ലാന്റ്സിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസ്, എം മാറിപ്പോവരുത്. ആനിമൽസിൽ എം ഉണ്ട്, പ്ലാന്റ്സിൽ എം ഇല്ല. അപ്പോൾ ആനിമൽസിൽ എം ഫോർ മൈക്രോ ഇഞ്ചക്ഷൻ. അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്ത് വെക്കുക, മറ്റൊന്ന് മാറിപ്പോവും. അപ്പോൾ അടുത്തത് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ ഇൻ പ്ലാന്റ്സിലാണ് നമ്മൾ ജീൻ ഗൺ ഉപയോഗിക്കുക. അവിടെ എങ്ങനെയാണ്? ബൊംബാർഡ് വിത്ത് ഹൈ വെലോസിറ്റി ഓഫ് മൈക്രോ പാർട്ടിക്കിൾ ഓഫ് ഗോൾഡ് ഓർ ടെങ്സ്റ്റൺ. ഗോൾഡോ ടെങ്സ്റ്റണോ കോട്ടഡ് വിത്ത് DNA കോട്ടഡ് ചെയ്ത ഗോൾഡ് അല്ലെങ്കിൽ ടെങ്സ്റ്റൺ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുക, ബൊംബാർഡ് ചെയ്യിപ്പിക്കുക. അതിനാണ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ പ്ലാന്റ്സ്. ലാസ്റ്റ് വൺ, ഡിസ്ഹാർംഡ് പാത്തോജൻ ആസ് വെക്ടർ. ഡിസ്ഹാർംഡ് പാത്തോജൻ ആസ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം, രോഗം ഉണ്ടാക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു രോഗാണു തന്നെയാണെന്ന് സങ്കല്പിക്കുക. അതിന് രോഗം ഉണ്ടാക്കാനുള്ള ടോക്സിസിറ്റി എന്നുള്ള ജീൻ ഒഴിവാക്കി, അപ്പോൾ ഡിസ്ഹാർംഡ് പാത്തോജനായി. അവരെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അവരൊരു വെക്ടർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, മാറ്റുക. അവരെ ഉപയോഗിച്ചിട്ട് RDNA ഇൻഫെക്റ്റ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മുടെ ഹോസ്റ്റിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിക്കുക. As for we have discussed all the tools regarding biotechnology. Now we will be discussing process of RDNA technology or steps involved in RDNA technology. There are various steps for this process. ഈ പ്രക്രിയകളിലെല്ലാത്തിലും ആ ജനറ്റിക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രക്രിയ മുഴുവനായി നടക്കുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ, ഈ സ്റ്റെപ്സുകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഇതിനകത്ത് തന്നെ അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്, എല്ലാ ടൂൾസുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കൺക്ലൂഷനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് പഠിച്ചാൽ തന്നെ ഇതിനകത്ത് ടൂൾസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും, അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട എല്ലാ നെയിംസുകളും എല്ലാം പഠിക്കാൻ പറ്റും ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ. സോ ഫസ്റ്റ് വൺ, ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇതൊരു കൃത്യമായൊരു കഥയായിട്ട് ഓർത്തു വെക്കുക. ഒരു ഡോണർ ഓർഗാനിസം, ഒരു ഡോണർ ബാക്ടീരിയ ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ഡോണർ ബാക്ടീരിയ. ഈ ഡോണർ ബാക്ടീരിയക്കകത്ത്, ഇതാണ് ഡോണർ ബാക്ടീരിയ. ഈ ഡോണർ ബാക്ടീരിയക്കകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡോണർ ബാക്ടീരിയക്കകത്ത് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള DNA ഉണ്ട്. സ്വാഭാവികം ഈ ഡോണർ ബാക്ടീരിയ എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു സെല്ല്, പ്ലാന്റ് സെല്ലാവാം, ബാക്ടീരിയൽ സെല്ലാവാം, ആനിമൽ സെല്ലാവാം, വാട്ട് ഇറ്റ് മേ ബി. ആ സെല്ല് നമ്മൾ ആദ്യം ബ്രേക്ക് ചെയ്യണം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് ഡോണർ. സ്വാഭാവികം ഇതിനകത്തുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇതിനകത്തുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇതിനകത്തുണ്ട്. അത് കോഡ് ചെയ്യുന്ന ഒരു DNA ആണ് ഇതിനകത്തുള്ളത്. സ്വാഭാവികം ഈ ഒരു ഓർഗാനിസത്തിനെ ഓപ്പൺ ചെയ്യണം. അത് ഫംഗൽ സെല്ലാണെങ്കിൽ വി യൂസ് കൈറ്റിനേസ് എൻസൈം. അതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ വി യൂസ് സെല്ലുലേസ് എൻസൈം. അതൊരു ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ വി യൂസ് ലൈസോസൈം. സോ ഐ റിപ്പീറ്റ്, ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനേസ്, പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലോസ് ഉള്ളതുകൊണ്ട് സെല്ലുലേസ്, ബാക്ടീരിയൽ ആണെങ്കിൽ ലൈസോസൈം.
സോ ഈ അപ്രോപ്രിയേറ്റ് സെല്ലിന് അപ്രോപ്രിയേറ്റ് എൻസൈം ഉപയോഗിച്ചിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് സ്വാഭാവികം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ DNA പുറത്തേക്ക് വരും, പിന്നെ RNA പുറത്തേക്ക് നിന്നുണ്ടാവും, പ്രോട്ടീൻ പുറത്തേക്ക് നിന്നുണ്ടാവും, അതുപോലെ തന്നെ സൈറ്റോപ്ലാസ്മിക് ഫ്ലൂയിഡ്സുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, എല്ലാവിധ സംഗതികളും എന്ത് ചെയ്യുന്നുണ്ടാവും, പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. സോ വി ഷുഡ് കളക്ട് ഇൻ എ ടെസ്റ്റ് ട്യൂബ്, അല്ലെങ്കിൽ ഒരു ട്യൂബിനകത്ത് നമ്മൾ കളക്ട് ചെയ്തു. സ്വാഭാവികം ഇനി നമ്മൾ ഈ ട്യൂബിനകത്ത് നിന്ന് നമ്മൾ ഓരോരുത്തരെ ഒഴിവാക്കണം. പ്രോട്ടീൻ ഒഴിവാക്കുമ്പം വി ഷുഡ് ട്രീറ്റ് വിത്ത് പ്രോട്ടിയേസ് എൻസൈം. RNA ഒഴിവാക്കാൻ റൈബോന്യൂക്ലിയേസ് എൻസൈം. DNA നമ്മൾ മാത്രം, നമുക്കിവിടെ വേണ്ടത് DNA ആണ്, കാരണം ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ DNA അകത്തുള്ളത്. അപ്പോൾ DNA മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ വിളിക്കുന്ന പേരാണ്, it is very very important, spooling out. That method is called spooling out. Spooling out എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര ആ ടെസ്റ്റ് ട്യൂബിനകത്ത് എത്ര എമൗണ്ട് DNA സൊല്യൂഷൻ ഉണ്ടോ അത്രമാത്രം ഷിൽഡ് എത്തനോൾ, തണുപ്പിച്ച എത്തനോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് DNA മാത്രം ഒരു ലൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോയിൽഡ് ആയിട്ട് നമുക്ക് കിട്ടും. അത് നമ്മളൊരു ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ആ കോയിലിനെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിനാണ് സ്പൂളിംഗ് ഔട്ട് എന്നാണ് വിളിക്കുക. സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അടങ്ങിയിട്ടുള്ള DNA നമ്മുടെ കയ്യിൽ കിട്ടി. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഫ്രം ദ സെൽ. ആ സെല്ലിനകത്ത് നിന്ന് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള DNA നമ്മൾ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സെല്ലിനെ പൊട്ടിക്കണം. പൊട്ടിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പ്രോട്ടീൻ വരും, RNA വരും, DNA വരും, എല്ലാവിധ സാമഗ്രികളും വരും. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് അതിൽ നിന്ന് DNA മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ് ഔട്ട്. ഐ റിപ്പീറ്റ്, സ്പൂളിംഗ് ഔട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ DNA കിട്ടി. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കണം. DNA നമ്മുടെ കയ്യിൽ കിട്ടി. ഇതാണ് നമ്മുടെ ലോങ് സ്ട്രാൻഡ് ഓഫ് DNA. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. ലോങ് സ്ട്രാൻഡ് ഓഫ് DNA നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആ DNA നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത് നമ്മൾ ഒരുപാട് ഫ്രാഗ്മെന്റ്സുകളാക്കി മാറ്റണം. ആ ഫ്രാഗ്മെന്റ്സുകളാക്കി മാറ്റണമെങ്കിൽ നമ്മൾ അതിന് വേണ്ട സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, കട്ടിങ് the DNA അല്ലെങ്കിൽ കട്ടിംഗ് ഓഫ് DNA into fragments using restriction endonuclease enzyme. So cutting of DNA using restriction endonuclease enzyme. Restriction endonuclease enzyme ഉപയോഗിച്ച് നമ്മൾ DNA കട്ട് ചെയ്യണം, ഒരുപാട് ഫ്രാഗ്മെന്റ്സിലാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരണം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളുണ്ട്, എക്സോന്യൂക്ലിയേസുകൾ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ട്, സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സൈറ്റ്, റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ട്, പാരൻഡ്രോമിക്കലി റീഡ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചു വെച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം പഠിച്ച കാര്യങ്ങളെ, ടൂൾസിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിനൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഉൾപ്പെടുത്തുക. അങ്ങനെ ആകുമ്പോൾ എക്സാമിന് ഒരിക്കലും കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ നമ്മൾ കട്ടിംഗ് ഓഫ് ദിസ് ലോങ് സ്ട്രാൻഡഡ് DNA നമ്മൾ കട്ട് ചെയ്യുക, സ്മോൾ ഫ്രാഗ്മെന്റ് ആക്കുക. അത് കട്ട് ചെയ്യാനാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മോളിക്കുലർ സിസേഴ്സ് എന്ന് വിളിച്ചത്, മോളിക്കുലർ കത്രിക എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, പാലിൻഡ്രോമിക്കലി ഇറ്റ് വിൽ റീഡ്, പാലിൻഡ്രോമിക്കലി റീഡ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസിനെ മനസ്സിലാക്കുന്നു, അങ്ങനെ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റിൽ പോയിട്ട് കട്ട് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് ഫ്രാഗ്മെന്റുകളായി മാറുന്നു. സിമ്പിൾ. അങ്ങനെ ഒരുപാട് ഫ്രാഗ്മെന്റുകൾ നമ്മളെ കയ്യിൽ കിട്ടി. നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഫ്രാഗ്മെന്റുകൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഏതോ ഒന്ന് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മുടെ താല്പര്യപ്രകാരമുള്ള, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള, നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട്. ഇനി അവരെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഐസൊലേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. അത് നമ്മൾ ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ ബൈ ജെൽ ഇലക്ട്രോഫോറോസിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു ജെൽ ഇലക്ട്രോഫോറസ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ ഉൾപ്പെടുത്തുക, ആ പഠിച്ച കാര്യം ഇവിടെ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസ് വെച്ചിട്ട്, അപ്പോൾ DNA ഫ്രാഗ്മെന്റിന്റെ സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ DNA ഫ്രാഗ്മെന്റുകളുടെ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പഠിച്ചു, അഗാറോസ് വെച്ചിട്ട് ആ ട്യൂബിനെ ആ വെല്ലിനകത്തേക്ക് വെച്ചു. ഇത് റിവിഷൻ കൂടിയാണ്. ആ വെല്ലിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വിട്ടു, ജെൽ ഇലക്ട്രോഫോറസ് ചേംബറിന്റെ മുകളിൽ വെച്ചു, ബഫർ സൊല്യൂഷൻ അയച്ചു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, DNA ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്തു. റിവിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, DNA ഫ്രാഗ്മെന്റുകൾ നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. അത് സെപ്പറേറ്റ് ചെയ്യുന്നത് മൂലം എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല. സോ വി ഷുഡ് ആഡ് എഥിഡിയം ബ്രോമൈഡ്. അതിനകത്തേക്ക് എഥിഡിയം ബ്രോമൈഡ് നമ്മൾ ആഡ് ചെയ്യുക, UV ലാമ്പിന് അടിയിൽ കൊണ്ടേ വെക്കുക. അപ്പോൾ നമ്മൾ ഓറഞ്ച് റെഡ് കളറായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് DNA പ്രോബിനെ, റേഡിയോ ലാബിൾഡ് ആയിട്ടുള്ള DNA പ്രോബ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികം നമ്മൾ എക്സ്റേ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മാത്രം നമുക്ക് കിട്ടും. സോ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പുറത്തേക്ക് എടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എല്യൂഷൻ. എന്താ വിളിക്കുക, എല്യൂഷൻ. സോ നമ്മളെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പാണ്, ഇപ്പം നമ്മളെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം, ഒരുപാട് കോപ്പീസ് ആക്കണം. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ യൂസിങ് പോളിമറൈസ് എൻസൈം. ദിസ് പോളിമറൈസ് എൻസൈം, ഇവിടെ ഉപയോഗിക്കുന്ന പോളിമറൈസ് എൻസൈമിനെ വിളിക്കുന്ന പേരാണ് ടാക് പോളിമറൈസ്. ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു തെർമസ് അക്വാറ്റിക്കസ് പോളിമറൈസ്. അത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, എന്തുകൊണ്ടാണ് തെർമസ് അക്വാറ്റിക്കസ് പോളിമറൈസ് എൻസൈമിനെ ഉപയോഗിക്കാൻ കാരണം?
കാരണം എന്താണെന്ന് വെച്ചാൽ PCR എന്നുള്ള സ്റ്റെപ്പിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള നന്നായി ചൂടാക്കുന്നുണ്ട്, തണുപ്പിക്കുന്നുണ്ട്. അപ്പോൾ എത്ര വലിയ ചൂടാക്കി കഴിഞ്ഞാലും ഇപ്പോൾ ഇവിടെ കണ്ടോളൂ 94 to 96 ഡിഗ്രി സെൽഷ്യസ്, 94 ഡിഗ്രി മുതൽ 96 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നുണ്ട്. ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിനകത്ത് പോലും നശിക്കാത്ത ഒരു എൻസൈം ആവണം. ദാറ്റ് ഈസ് കോൾഡ് തെർമസ് അക്വാറ്റിക്കസ്. തെർമസ് അക്വാറ്റിക്കസ് ബാക്ടീരിയന്റെ അകത്ത് നിന്നും എടുത്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു എൻസൈമാണ്, പോളിമറൈസ് എൻസൈമാണ് ടാക് പോളിമറൈസ്. അപ്പോൾ ആ ടാക് പോളിമറൈസ് എന്തില്ല, കേട് വന്ന് പോവില്ല. അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ആ ടാക് പോളിമറൈസ് ഒരിക്കലും എന്തില്ല, കേട് വന്ന് പോവില്ല എത്ര ചൂടാക്കിയാലും, ബിക്കോസ് തെർമോഫിലിക് ആണ്. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യാം, നമ്മൾ ആ പോളിമറൈസ് എൻസൈമാണ് ഇവിടെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്താണ് PCRന്റെ ഫുൾ ഫോം പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ്? ഇറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ യൂസിങ് പോളിമറൈസ് എൻസൈം ആൻഡ് ഇറ്റ് ഈസ് ഇൻ വിട്രോ മെത്തേഡ്. ഇനി അതിന്റെ സ്റ്റെപ്പുകൾ, ഈ സ്റ്റെപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. 3 സ്റ്റെപ്പുകൾ. 1 ഡീനാച്ചുറേഷൻ, 2 അനീലിംഗ്, 3 എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ കൊണ്ട് ബോണ്ട് ചെയ്ത DNA, ഹൈഡ്രജൻ ബോണ്ടുകളെ കൊണ്ട് ബോണ്ട് ചെയ്ത DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. ഈ ഡബിൾ സ്റ്റാൻഡുകളെ സിംഗിൾ സ്റ്റാൻഡ് ആക്കി മാറ്റുക. 2 ഇഴകളെ 1 ഇഴയാക്കി മാറ്റുക. സോ ദാറ്റ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. ബ്രേക്ക് ചെയ്യുക, പൊട്ടിക്കുക. ഹൈഡ്രജൻ ബോണ്ടുകളാണ്, പൊട്ടിക്കാൻ നമ്മൾ ചൂടാക്കിയാൽ മതി. ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കുക. അത് നന്നായി ചൂടാക്കുമ്പോൾ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയി മാറി. സിമ്പിൾ. ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയി മാറി. ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്തായി മാറി? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA. ശ്രദ്ധിക്കണം, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA അല്ല, സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയി മാറുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 5' to 3' ഉണ്ടാവും. 3' എൻഡിലേക്ക് നമ്മൾ പ്രൈമറിനെ ആഡ് ചെയ്യണം. എന്താണ് പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യേറ്റർ ആണ്. റെപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു DNA-യുടെ കോംപ്ലിമെന്ററി ഫ്രാഗ്മെന്റ് ആണ് ഇത് പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈമറിനെ ആഡ് ചെയ്യുക. ദാറ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് അനീലിംഗ്. അപ്പോൾ നമ്മൾ എന്താണ്, ചൂടാക്കിയ സാധനത്തിനെ പിന്നെ തണുപ്പിക്കണം. 40 മുതൽ 60 ഡിഗ്രി സെൽഷ്യസ് വന്നു. ചൂട് തണുപ്പ് ഇങ്ങനെ വരും. ചൂട് തണുപ്പ് ചൂട്. അപ്പോൾ സ്വാഭാവികം 94 ഡിഗ്രി സെൽഷ്യസിൽ ഡീനാച്ചുറേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തു, പൊട്ടിച്ച സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും തണുപ്പിച്ചു. 40 to 60 ഡിഗ്രി സെൽഷ്യസ് ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, പ്രൈമറിനെ ആഡ് ചെയ്യാൻ സാധിച്ചു. ഇനി എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ വീണ്ടും ചൂടാക്കി 72 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ എന്താ, പോളിമറൈസ്. ദിസ് ഇസ് കോൾഡ് ടാക് പോളിമറൈസ്. ഇതാണ് നമ്മൾ വിളിക്കുക ടാക് പോളിമറൈസ് എൻസൈം. ടാക് പോളിമറൈസ് എൻസൈം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു, എക്സ്റ്റൻഷൻ സംഭവിച്ചു. പുതിയ ന്യൂക്ലിയോടൈഡുകൾ വന്ന് അങ്ങനെ ആഡ് ചെയ്തു. അപ്പോൾ എന്തായി, 2 പുതിയ DNAകളായി. ഇതൊരു DNA, രണ്ടാമത്തെ DNA. ഇങ്ങനെ ഒരുപാട് കോപ്പീസിനെ ഉണ്ടാക്കാം. മില്യൺസ് ഓഫ് കോപ്പീസിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നെക്സ്റ്റ് ഇവിടെ അടുത്ത സ്റ്റെപ്പാണ് 5ാമത്തെ സ്റ്റെപ്പ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഒരുപാട് ആംപ്ലിഫൈഡ് കോപ്പീസിനെ കിട്ടി. അതിലേറ്റവും ഉചിതമായ ഒരു കോപ്പി നമ്മൾ എടുത്തു, ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ലിഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണം. ഇൻസർഷൻ അല്ലെങ്കിൽ ലിഗേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ടു വെക്ടർ ഏതും ആവാം. പ്ലാസ്മിഡോ, നമ്മൾ അപ്രോപ്രിയേറ്റ് വെക്ടർ നമ്മൾ എടുക്കും. ആ പ്ലാസ്മിഡ് വെക്ടർ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തത് PBr322. ഈ PBr322ലേക്ക്, ഐ റിപ്പീറ്റ്, PBr322ലേക്ക് ബാം H1 സൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു. അപ്പം ഇതൊക്കെ റിവിഷനായിട്ട് മാത്രം നിങ്ങൾ കാണാൻ പാടുള്ളൂ. ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നേരെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തു, ബാം H1 സൈറ്റിനകത്തേക്ക്. അപ്പോൾ സെലക്റ്റബിൾ മാർക്കർ ആയതുകൊണ്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിനെ മാസ്ക് ചെയ്തു. ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീനിനെ മറച്ചു പിടിച്ചു അല്ലെങ്കിൽ മറച്ചു വെച്ചു. ആര്? ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ സൈറ്റിലേക്ക് കയറിയപ്പോൾ സ്വാഭാവികം പിന്നെ എന്തില്ല, ടെട്രാസൈക്കിൾ ജീൻ അവിടെ ആക്റ്റീവ് അല്ല. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. അതൊക്കെ നമ്മൾ വിശദമായി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാ. ദാറ്റ് ഈസ് കോൾഡ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. അതിന്റെ അർത്ഥം എന്താ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്തപ്പോൾ, ഇൻസേർട്ട് ചെയ്തപ്പോൾ ഇനാക്റ്റീവ് ആക്കി ആരെ? ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീനെ. That means this gene of interest is recombinant. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീകോമ്പിനന്റ് ആണോ അല്ലയോ, റീകോമ്പിനന്റ് ഓർ നോട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീൻ. കാരണം എന്താ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്തു, ഇനാക്റ്റീവ് ആക്കി ആരെ? ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീനെ. അതുകൊണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടെ കയറിയത് കൊണ്ടാണ് ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ് ജീനെ ഇനാക്റ്റീവ് ആക്കിയത്. ദാറ്റ് ഇസ് കോൾഡ് ഇൻസർഷൻ ഇൻ ആക്ടിവേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അവിടെ റീകോമ്പിനന്റ് ആയിട്ടുണ്ട്. പക്ഷേ ആംബിസിറസ് ജീനാണ് അപ്പോഴും ആക്റ്റീവ് ആണ്. കാരണം എന്താ, അവിടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയിട്ടില്ല. അവിടേക്കല്ല ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയത്, അവിടെയല്ല കട്ട് ചെയ്തത്, അവിടേക്കല്ല ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കയറിയത്. അതുകൊണ്ട് ആംബിസിറസ് ജീൻ എന്തല്ല, ഇനാക്റ്റീവ് അല്ല.
കാരണം അത് അവിടെ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ നോട്ട് റീകോമിനന്റ്, ഇവിടെ നോട്ട് റീകോമിനന്റ്, ഇവിടെ റീകോമിനന്റ് ആയിട്ടുണ്ട്. So this is called very important. This is called rDNA. rDNA എന്താന്ന് വെച്ചാൽ is equal to vector plus gene of interest. Vector plus gene of interest. So rDNA നമ്മുടെ കയ്യിൽ കിട്ടി. Now this rDNA are transformed into host. ഇത് നമ്മൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞതാണ്. ഏത്? rDNA directly transformed by using that process is called transformation by various methods: micro injection, biolistics or gene gun, disarmed pathogens and divalent cation. ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെ ഒരു റിവിഷൻ മാത്രമാണ്. നൗ ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ഇത്രയും സ്റ്റെപ്പുകൾ 6 സ്റ്റെപ്പ് വരെയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. നൗ ദ ലാസ്റ്റ് വൺ ഈസ് ബയോറിയാക്ടർ. ഇവിടെ ബയോറിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റെറൈൽ കണ്ടീഷൻ ഉണ്ടാക്കുക. സ്റ്റെറൈൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അണുവിമുക്തമായ, മറ്റു രോഗാണുക്കൾ ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റു സെല്ലുകൾ ഇല്ലാത്ത ഒരു മീഡിയം ക്രിയേറ്റ് ചെയ്യുക. ആ മീഡിയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികം ഡിസൈഡ് ആയിട്ടുള്ള ഓർഗാനിസം, നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഓർഗാനിസം മാത്രം. അപ്പം എന്താ ഈ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആകുമ്പോൾ എന്താണ്? ഈ PBR, ഈ വെക്ടർ എന്താണ്? rDNA. This is called rDNA. ഈ rDNA നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഹോസ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ആദ്യം. ഇതാണ് ഇപ്പൊ എന്ത് ചെയ്തു? ഇതാണ് ദിസ് ഇസ് കോൾഡ് ട്രാൻസ്ഫോർമേഷൻ. ഇതിനാണ് എന്ത് വിളിക്കുക? ട്രാൻസ്ഫോർമേഷൻ. ഈ rDNA ഹോസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് ഡിസൈർഡ് ഓർഗാനിസം. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈഡ് കോപ്പീസ് അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കണം. മൾട്ടിപ്പിൾ കോപ്പീസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ എന്താ? സ്റ്റെറൈൽ കണ്ടീഷൻ വേണം. കാരണം എന്താ? അത് മാത്രം ഡിസൈർഡ് ഓർഗാനിസത്തിനെ മാത്രം മൾട്ടിപ്പിൾ കോപ്പീസ് ആണ് ഉണ്ടാക്കേണ്ടത്. മറ്റു അണുകളോ മൈക്രോബ്സോ അല്ലെങ്കിൽ വേറെ ആരും അവിടെ ഉണ്ടാകാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെറൈൽ കണ്ടീഷൻ, അണുവിമുക്തമായ ഏരിയ. ദാറ്റ് 2 ടൈപ്സ് ഉണ്ട് ബയോറിയാക്ടർ. 2 ടൈപ്സ്. വൺ ഈസ് സിമ്പിൾ സ്റ്റിർഡ്, രണ്ട് സ്പാർജ്ഡ് സ്റ്റിർഡ്. സിമ്പിൾ സ്റ്റിർഡ് ബയോറിയാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് എയർ സർക്കുലേഷൻ ഉണ്ട്. കാരണം ഫാൻ ഉണ്ട് അതിനകത്ത്, ഇവിടെ ഒരു മോട്ടർ ഉണ്ടാവും, ഇവിടെ അതിൻ്റെ റെഗുലേറ്ററി യൂണിറ്റുകൾ, പ്രഷർ റെഗുലേറ്ററി യൂണിറ്റ്, ടെമ്പറേച്ചർ റെഗുലേറ്ററി യൂണിറ്റ്, ഫോം കൺട്രോളിങ് യൂണിറ്റ്, ടെമ്പറേച്ചർ കൺട്രോളിങ് യൂണിറ്റ്, പ്രഷർ കൺട്രോളിങ് യൂണിറ്റ്, എല്ലാവിധ സെറ്റപ്പുകളും ഇതിൻ്റെ മുകളിലുണ്ടാവും. അതുപോലെ തന്നെ ഫാനും ഉണ്ടാവും, താഴെ മോട്ടർ ഉണ്ടാവും. ഇതിങ്ങനെ കറങ്ങുമ്പോൾ എന്താണ്? ഇതിനകത്ത് നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും. ഏറ്റവും നല്ലത് സിമ്പിൾ സ്റ്റിർഡ് ആണ്, അതിനകത്ത് നല്ല എയർ സർക്കുലേഷൻ ഉണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് സ്പാർജ്ഡ് സ്റ്റിർഡ് ബയോറിയാക്ടർ ദർ ഈസ് മച്ച് എയർ സർക്കുലേഷൻ ഇല്ല. കാരണം ഇവിടെ ഈ ബബിൾസുകൾ ബ്രേക്ക് ചെയ്യുന്ന കേസ് മാത്രമേ ഉള്ളൂ. കാരണം ഈ സ്പാർജ്ഡ് സ്റ്റിർഡ് ബബിൾസുകൾ ബ്രേക്ക് ചെയ്യുന്ന എയർ സർക്കുലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എയർ സർക്കുലേഷൻ കുറവാണ്, ഇവിടെ എയർ സർക്കുലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ നല്ലോണം വേണം. ഈ ഡിസൈർഡ് ഓർഗാനിസം നന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡിസൈർഡ് ഓർഗാനിസത്തിനാണ് ഇതിനകത്തേക്ക് ഇടുക. അപ്പം നന്നായി മൾട്ടിപ്ലൈ ചെയ്യണം, നല്ല കോപ്പീസ് ഉണ്ടാവണം, ലാർജ് കോപ്പീസ് ഉണ്ടാവണം. കാരണം എന്താ? ദാറ്റ് ഈസ് 8th സ്റ്റെപ്പ് ഫോർ മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്. ഡൗൺസ്ട്രീം പ്രോസസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കച്ചവടം ചെയ്യാൻ. അപ്പോൾ അതിന് ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കണം. കാരണം ഇതൊക്കെ ഇത്രയും സ്റ്റെപ്പുകൾ ടൈം കൺസ്യൂമിംഗ് ആണ്, ഫിനാൻഷ്യലി എക്കണോമിക്കലി ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റുമ്പോൾ നിർത്തിയിട്ട് നമ്മളത് കച്ചവടം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഉണ്ടാക്കണം. ഈ ലാർജ് ക്വാണ്ടിറ്റീസ് നമ്മൾ ഉണ്ടാക്കാനാണ് ബയോറിയാക്ടർ വെക്കുന്നത്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ, നല്ലതിനെ മാറ്റി വെക്കുക, കേട് വന്നതിനെ മാറ്റി വെക്കുക, കേട് വന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡറി ആയിട്ട് വിൽക്കുക, നല്ലതിനെ നമ്മൾ നന്നാക്കി തന്നെ വിൽക്കുക. അപ്പോൾ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഇനി ചിലത് എന്ത് ചെയ്യും? ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ്ങിന് വേണ്ടി, ഇപ്പോൾ ഫുഡോ അല്ലെങ്കിൽ വല്ല മെഡിസിൻസോ അല്ലെങ്കിൽ വല്ല വാക്സിൻസോ അങ്ങനെ വല്ലതുമാണെങ്കിൽ എന്ത് ചെയ്യുക? ക്വാളിറ്റി കൺട്രോളിൽ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ സെപ്പറേഷൻ. എന്നിട്ട് ആകെ മാർക്കറ്റിങ്ങിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം. അതിൽ നിന്ന് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ, നല്ലതിനെ മാറ്റി വെക്കുക, സെപ്പറേഷൻ പ്യൂരിഫിക്കേഷൻ. മെഡിസിൻ ആൻഡ് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ ക്വാളിറ്റി കൺട്രോളിന് വിടണം. ലാസ്റ്റ് മാർക്കറ്റിംഗ്. ദാറ്റ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്. ദിസ് കംപ്ലീറ്റ് പ്രോസസ് ഈസ് വാട്ട് വി കോൾ ഇൻ കേസ് ഓഫ് rDNA ടെക്നോളജി. ഈ ആകെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ 8-9 സ്റ്റെപ്പുകളാണ് rDNA ടെക്നോളജിയിൽ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ബയോടെക്നോളജി, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി കൊടുത്ത നിർവചനം എന്താണ്. നെക്സ്റ്റ് വൺ ഈസ്
പ്രിൻസിപ്പിൾ, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. പിന്നെ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ടൂൾസുകളാണ്. ഈ ടൂൾസുകൾ നിങ്ങൾ പഠിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഈ പ്രോസസ്സുകൾ, ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ഓർമ്മ നിൽക്കും. അതായത് റെസ്ട്രിക്ഷൻ എൻസൈം എന്താണ്, റീഡിങ് പാലിൻഡ്രോമിക്കലി റെക്കഗ്നിഷൻ സീക്വൻസുകൾ ഉണ്ടാവും, റെസ്ട്രിക്ഷൻ സൈറ്റ് ഉണ്ടാവും, ആൻഡ് കട്ടിങ് അറ്റ് എ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ സൈറ്റ്, സോ ഇറ്റ് ഈസ് കോൾഡ് മോളിക്കുലർ സിസേഴ്സ്. പിന്നെ ഈ ലിഗേറ്റ് ചെയ്യുമ്പോൾ ഈ RDNA-യിലേക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ലിഗേഷൻ ആണ്, ദാറ്റ് ഈസ് കോൾഡ് ലിഗേസ് എൻസൈം. അങ്ങനെ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. നല്ല മാർക്കിന് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ചാപ്റ്ററാണ്, ബോത്ത് ഫോർ യുവർ പബ്ലിക് എക്സാം ആൻഡ് ഓൾസോ ഫോർ യുവർ എൻട്രൻസ് എക്സാംസ്. സോ concentrate in this chapter, this 2 chapter, biotechnology 1 and 2 application will be taken in the next class. Okay.